അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മളങ്ങനെ നമ്മുടെ 2ാമത്തെ ആഴ്ചയിലേക്ക് എൻട്രി ചെയ്യാണ്. ഇതില് പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പറയുകയാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് നമ്മുടെ ലളിതാ സഹസ്രനാമ സ്തോത്രയജ്ഞം ആരംഭിച്ചത്. തപോവൻ ഹോളിസ്റ്റിക് ആൻഡ് വെൽനസ് റിസർച്ച് ഫൗണ്ടേഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. ഏതൊരാൾക്കും ഒരു ദേവി ഭക്തനായിട്ടുള്ള അല്ലാച്ചെങ്കിൽ ഈശ്വരനെയായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ലളിതാ സഹസ്രനാമം തരുന്ന ഒരു മാന്ത്രികത ഉണ്ട്, ഒരു താക്കോലാണ്. അതായത് ദേവീനെ ഒരു 1000 രൂപങ്ങളില് അല്ലെങ്കിൽ 1000 വർണ്ണങ്ങളില് കാണാനായിട്ട് ഓരോരുത്തർക്കും എന്താണോ വേണ്ടത് അതിനനുസരിച്ച് ദേവി ഇതിൽ മാറുകയാണ്. നമുക്ക് സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അതില് പറയുന്നുണ്ട്, ശിവന് പോലും, സർവേശ്വരനായ ശിവൻ പോലും ചലിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ദേവിയുടെ ആ ഒരു പ്രസൻസ് കൊണ്ടാണ് ശിവൻ പോലും അവിടെ സ്പന്ദിക്കുന്നത്. അല്ലാതെങ്കിൽ ശിവൻ പോലും ശവമാണെന്നാണ് പറയുന്നത്. ആ ഒരു ശക്തി സ്വരൂപിണിയെ 1000 നാമങ്ങളിലൂടെ നമ്മൾ അർച്ചിക്കുകയാണ് ഇവിടെ. അല്ലാതെങ്കിൽ 1000 നാമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ്, ഡയറക്റ്റ് കാണുകയാണ്. ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുള്ളത്, ഇതില് ഇപ്പോ തപോവന്റെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും, അല്ലാച്ചെങ്കിൽ ലോകത്തില് തന്നെ പല അനേകം 100 1000 അല്ല, അതിലെ കോടിക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനായിട്ട് ലളിതാ സഹസ്രനാമത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇന്നും പല ആൾക്കാർക്കും പേടിയാണ് ആ ഒരു ഗ്രന്ഥത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട്. അതിന് ദീക്ഷ വേണോ, അല്ലെങ്കിൽ അത് ചൊല്ലേണ്ട വിധി എങ്ങനെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിനകത്തെ മന്ത്രങ്ങളുടെ അതിലത്തെ ഓരോ നാമങ്ങളുടെയും അർത്ഥം അറിയുന്നില്ല, അത് പഠിക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അത് നികത്താൻ വേണ്ടിയിട്ട് തപോവൻ നമുക്കാവുന്ന പോലെ എല്ലാ ആൾക്കാർക്കും, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഏതൊരാൾക്കും ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്കും ഈ പ്രപഞ്ചത്തിലേക്കും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള എല്ലാ ആൾക്കാർക്കും, ദേവി എന്ന് പറയുന്ന സമയത്ത് മനുഷ്യന്മാര് മാത്രമല്ല, പക്ഷി മൃഗാദികളും എല്ലാം ആ അമ്മയുടെ ഭാഗമാണ്. ശരിക്കും നമ്മൾ എപ്പോഴും നമ്മുടെ ദുരവസ്ഥേനെ മാത്രമാണ് കാണുള്ളൂ, അല്ലെ? നമുക്ക് പൈസ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ഇഷ്യൂസ്, നമ്മുടെ ബിസിനസ് തകർന്നു, നമ്മളെന്നെ പല ഗ്രഹങ്ങള്, ഇപ്പോ രാഹു കേതു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഇതാക്കാറുണ്ടല്ലോ. എല്ലാത്തിനെയും സംരക്ഷിക്കുന്ന ദേവിയാണ്, സാക്ഷാൽ ലളിതാ ത്രിപുര സുന്ദരി തന്നെയാണ്. അത് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോ ഓരോ കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോവുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു യജ്ഞത്തിലൂടെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കും കൂടി നമ്മൾ അവരെ തന്നെ സ്മരിക്കുന്നുണ്ട്. പല ആൾക്കാരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവരുടെ പേരും നാളൊക്കെ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയും നമ്മുടെ ഒരു സങ്കല്പമാണ്. നമ്മളുടെ ഇപ്പോ ഭാരതീയ സമ്പ്രദായത്തിലെ ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുന്ന സമയത്തും അവിടെ ഒരു ഇന്റൻഷൻ, ഒരു ഇന്റൻഷൻ നമ്മൾ സെറ്റ് ചെയ്യും, ഒരു സങ്കല്പം എടുക്കും. അപ്പൊ നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ സങ്കല്പം എടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ദുരിതം അനുഭവിക്കുന്ന എല്ലാ ആൾക്കാർക്കും. അല്ലാച്ചെങ്കിൽ ആ ഭക്തിയിലേക്ക് എൻട്രി ചെയ്യാനായിട്ടുള്ള, ദുരിതം അനുഭവിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. ദേവിയുടെ ആ ഒരു എന്താ പറയാ, ലോകത്തിലേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു യജ്ഞത്തിലൂടെ അതിനെ ദേവി തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിക്കാം. ഇത്
നിങ്ങൾ ഇതിന്റെ കൂടെ ചൊല്ലുന്ന സമയത്ത് പാരായണത്തിന്റെ വിധി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ എങ്ങനെയാ ചെയ്യുന്നത്, നമ്മുടെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യത്തെ അരമണിക്കൂർ നമ്മുടെ ഗായത്രി മേഡം ആയിരിക്കും. ഗായത്രി മേഡം ആണ് നമുക്ക് പാരായണം ചെയ്യുന്നത്. അത് നിങ്ങൾ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ അവിടെ ചൊല്ലുക. ഗായത്രി മേഡത്തിന്റെ ഒപ്പം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. ഈ ഒരു അരമണിക്കൂർ യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മണിക്കൂർ ഗായത്രി മേഡത്തിന്റെ സെഷൻ കഴിഞ്ഞാൽ, പാരായണം ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഒരു 5 മിനിറ്റ് മൗനായിട്ട് ഇരിക്കുക. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ദേവീനെ മനസ്സിൽ, ഹൃദയത്തിൽ കണ്ടുകൊണ്ട്, ദേവിയുടെ ആ ഒരു പ്രസൻസ് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കുക. ഇതിന്റെ ഉള്ളില് നമ്മുടെ ഗുരുനാഥൻ അല്ലാച്ചെങ്കിൽ തപോവൻ ഹോളിസ്റ്റിക് വെൽനസ് റിസർച്ച് ഫൗണ്ടേഷന്റെ ആചാര്യനായിട്ടുള്ള ശ്രീധരൻ നമ്പൂതിരി നമുക്കിത് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ക്ലാസ് നമുക്ക് തരും. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഇടയിൽ ഒരു 5 മിനിറ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും ഗുരുനാഥൻ ജോയിൻ ചെയ്യുന്നതിന് ഇടയിൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇത് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നമ്മളിതൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഒന്നും ഇതിന്റെ കൂടെ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങളിപ്പോൾ ഇത് യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിനുള്ള വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അതിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ മറുപടികളും തന്നോളും. സോ എല്ലാവരുടെയും ഞാൻ ഈ ഒരു യജ്ഞത്തിലേക്ക് ദേവിയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യാണ്. ആ ദേവീനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, സ്മരിച്ചുകൊണ്ട് എല്ലാ ആൾക്കാരുടെ ജീവിതത്തിലും സമൃദ്ധിയും ആരോഗ്യവും സന്തോഷമൊക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ശ്രീമാത്രേ നമഃ. ഇതി ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരി പ്രീത്യർത്ഥം സർവ ആധിവ്യാധി ദുഃഖ ദുരിത നിവാരണാർത്ഥം സർവസങ്കൽപ്പിത മംഗള കാര്യ വിജയപ്രാപ്ത്യർത്ഥം സർവൈശ്വര്യ അഭിവൃദ്ധ്യർത്ഥം ശ്രീലളിതാ സഹസ്രനാമ പാരായണ യജ്ഞമാരംഭം. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രമാലാ മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയഃ അനുഷ്ഠുച്ഛന്ദഃ ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരീ ദേവതാ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരത്താരാനായകശേഖരാം സ്മിതമുഖീം ആഭീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാ. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായതാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത്ഹേമപത്മാം വരാംഗിം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രിം സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാം സമന്ദഹസിരേക്ഷണാം സസരജാതപാശാങ്കുശാം അശേഷജനമോഹിനി
അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേത് അംബികാം. അരുണാം കരുണാതരംഗിതാക്ഷിം ഹൃദപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിവിരാവൃതാം മയൂഖ്യൈः അഹമിത്യേവ വിഭാവയേ ഭവാനി. ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡസംഭൂതാ ദേവകാര്യസമുദ്യതാ ഉദ്യത്ഭാനുസഹസ്രാഭാ ചതുർബാഹുസമന്വിതാ രാഗസ്വരൂപപാസാഢ്യാ ക്രോധാകാരാങ്കുശോജ്വലാ മനോരൂപേക്ഷുകോദണ്ഡാ പഞ്ചതന്മാത്രസായകാ നിജാരുണപ്രഭാപൂരമജ്ജദ്ബ്രഹ്മാണ്ഡമണ്ഡലാ ചമ്പകാശോകപുന്നാഗസൗഗന്ധികലസത്കജാ കുരുവിന്ദമണിശ്രേണീകനത്കോടീരമണ്ഡിതാ അഷ്ടമീ ചന്ദ്രവിഭ്രാജദളികസ്ഥലശോഭിതാ മുഖചന്ദ്രകളങ്കാഭമൃഗനാഭിവിശേഷകാ വദനസ്മരമാംഗല്യഗൃഹതോരണചില്ലികാ വക്രലക്ഷ്മീ പരിവാഹച്ചലന്മീനാഭലോചനാ നവചമ്പകപുഷ്പാഭനാസാദണ്ഡവിരാജിതാ താരാകാന്തി തിരസ്കാരിനാസാഭരണഭാസുരാ കദംബമഞ്ജരീ ക്ലിപ്തകർണപൂരമനോഹരാ താടങ്കയുഗളീഭൂതത്തപനോടുപമണ്ഡലാ പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂഃ നവവിദ്രുമബിംബശ്രീന്യക്കാരിരതനച്ഛദാ ശുദ്ധവിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തിതയോജ്വലാ കർപ്പൂരവീടികാമോദ സമാകർഷദിഗന്ധരാ നിജസല്ലാപമാധുര്യ വിനിർഭർച്ചിതകച്ഛവി മന്ദസ്മിത പ്രഭാപൂരമജ്ജത്കാമേശമാനസാ അനാഗലിത സാദൃശ്യ ചിബുകശ്രീ വിരാജിതാ കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിതകന്ധരാ കനകാങ്കതകേയൂര കമനീയ ഭുജാന്വിതാ രത്നഗ്രൈവേയ ചിന്താകലോലമുക്താഫലാന്വിതാ കാമേശ്വര പ്രേമരത്നമണിപ്രതിപണസ്തനീ നാഭ്യാലവാലരോമാളീ ലതാഫലഭുജദ്വയീ ലക്ഷ്യരോമലതാധാരദാ സമുന്നേയ മധ്യമാ സ്തനഭാരദളന്മധ്യ പട്ടബന്ധവലിത്രയാ അരുണാരുണകസുംഭവസ്രഭാസ്വത്കടീതടീ രത്നകിങ്കിണികാ രമ്യരസനാദാമഭൂഷിതാ കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാനിതാ മാണിക്യമകുടാകാരാ ജാനുദ്വയ വിരാജിതാ ഇന്ദ്രഗോപ പരിഷിപ്ത സ്മരത്തൂണാഭജംഘികാ ഗുഡഗുൽഭാ കൂർമ്മപൃഷ്ട ജയിഷ്ണുപ്രപദാന്വിതാ നഖദീധീധി സജ്ജന്ന നമജ്ജനത്തമോ ഗുണാ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹാ ശിഞ്ചാന മണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജാ മരാളീ മന്ദഗമന മഹാലാവണ്യ സേവധി സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിതാ ശിവകാമേശ്വരാംഗസ്താ ശിവാ സ്വാധീനവല്ലഭാ സുമേരുമധ്യശൃംഗസ്താ ശ്രീമന്നഗരനായികാ ചിന്താമണി ഗൃഹാന്തസ്ഥാ പഞ്ചബ്രഹ്മാസനസ്ഥിതാ മഹാപത്മാടവീ സംസ്ഥാ കദംബവനവാസിനി സുധാസാഗര മധ്യസ്ഥാ കാമാക്ഷി കാമദായിനി ദേവർഷി ഗണസംഘാതസ്തൂയമാനാത്മവൈഭവാ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിതാ സമ്പൽക്കരീ സമാരൂഢ സിന്ധുര വ്രജസേവിതാ അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃതാ ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃതാ ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിതാ ഗിരിചക്രരഥാരൂഢ ദണ്ഡനാഥാ പുരസ്കൃതാ ജ്വാലാമാലിനികാക്ഷിപ്തവന്നി പ്രാകാരമധ്യകാ ഭണ്ഡസൈന്യമഥോദുക്ത ശക്തി വിക്രമഹർഷിതാ നിത്യാ പരാക്രമാടോപനിരീക്ഷിണ സമുത്സുകാ ഭണ്ഡപുത്രവഥോദ്യുക്ത ബാലാ വിക്രമനന്ദിതാ മന്ത്രിണ്യംബാ വിരജിതാ വിശങ്കവദതോഷിതാ
വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി കരാങ്കുലീന ഘോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാക്തി നിർദ്ധക്താസുരസൈനിക കാമേശ്വരാസ്ത്ര നിർദ്ധക്ത സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോഭേന്ദ്ര മഹേന്ദ്രാദി ദേവ സംസ്തുത വൈഭവ ഹര നേത്രാഗ്നി സന്ധക്ത കാമ സഞ്ജീവനൌഷധി ശ്രീമദ് വാഗ്ഭവഗൂഢൈകസ്വരൂപ മുഖപങ്കജ കണ്ടാഥ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണി ശക്തികൂടൈകത്താപന്ന കഠ്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലകൂടത്രയകളേബര കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി കുലാങ്കന കുലാന്തസ്ഥ കൗളിനി കുലയോഗിനി അകുല സമയാന്തസ്ഥ സമയാചാരതൽപര മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാസക്തി കുണ്ടലിനി വിസതന്തുതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയാ ഭദ്രമൂർത്തിർഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയാ ഭക്തിഗമ്യ ഭക്തിവശ്യാഭയാപഹ ശാംഭവി ശാരദാരാധ്യ സർവാണി ശർമ്മദായിനി ശാങ്കരി ശ്രീകരി സാധ്വി ശരചന്ദ്ര നിഭാനന ശാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള നിശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യസുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർനിരീശ്വര നീരാഗ രാഗമഥന നിർമ്മദ മദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമ മമദാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭവ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമഥനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തുല നീലചിഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമാ ദുർഗാ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദുര ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയി സർവമംഗളാ സദ്ഗതിപ്രദ സർവേശ്വരി സർവമയി സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മണി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മൃമൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർ മഹാസിദ്ധിർ മഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവപൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുരസുന്ദരി ചതുഷ്ഷ്ട്യുപചാരാഢ്യ ചതുഷ്ഷ്ടികലാമയീ മഹാചതുഷ്ഷ്ടികോടിയോഗിനീ ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യഗ ചാരുരൂപ ചാരുഭാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതീ പത്മനയന പത്മരാഗസമപ്രഭ പഞ്ചപ്രേതാസനസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാനധ്യാതൃദ്ധേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപാ ജാഗരിണി സുബന്ധി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികത്രി ബ്രഹ്മരൂപ ഗോത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനകരീശ്വരി സദാശിവാനുഗ്രഹദ പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡലമധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ്
ആ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമവിധായിനി നിജാജ്ഞാരൂപ നിഗമാ പുണ്യ ഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജധൂളിക സകലാഗമ സന്തോഷ ശുക്തി സമ്പുടമൗക്തിക പുരുഷാർത്ഥപ്രദാ പൂർണ ഭോഗിനി ഭുവനേശ്വരി അംബിക അനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണി നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയവർജിത രാജരാജാർച്ചിത രാജ്ഞി രമ്യ രാജീവലോചന രഞ്ജിനി രമണീ രസ്യാരണ കിങ്കിണി മേഖല രമാ രാഗേന്ദുവദന ഋതുരൂപാരതിപ്രിയ രക്ഷാകരീ രാക്ഷസഗ്നി രാമ രമണലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗദീ ഗന്ധാ കരുണാ രസസാഗര കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ വരദാ വാമനയന വാരുണീ മദവിഹ്വല വിശ്വാധികാ വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രീ വേദജനനി വിഷ്ണുമായാ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃത്തിവിനുർമുക്ത ക്ഷേത്രബാലസമർച്ചിത വിജയാ വിമലാ വന്ദ്യ വന്ദാരുജനവത്സല വാഗ്വാദിനി വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമൽക്കൽപ്പലതിക പശുപാസ വിമോചിനി സംഹൃദാശേഷഭാഷണ്ട സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാതമോപഹ ചിരീസ്തത്പദലക്ഷ്യാർത്ഥ ചിരേകരസ്വരൂപിണി സ്വാത്മാനന്ദലിവിഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാ പ്രത്യക്ഷിദ്രൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡീകൃതജ്ഞാ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത ഓഢ്യാണ പീഠനിലയാ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷാഡ്ഗുണ്യപരിപൂരിത നിത്യക്ലിന്ന നിരുപമാ നിർവാണ സുഖദായിനി നിത്യഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്ത അവ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാസ്വരൂപിണി മഹാകാമേ സുനയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദതമോഭേദ ഭാനുമദ്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ്ടാ ശിഷ്ടപൂജിത അപ്രമേയ സ്വപ്രകാശ മനോവാചാമഗോചര ചിച്ചക്തി ചേതനാരൂപ ജഡശക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യാ ദിജ വൃന്ദനിഷേവിത തത്വാസനാ തത്വമയീ പഞ്ചകോശാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യയൗവനാ മദശാലിനി മദഘൂർണിതരക്താക്ഷി മദപാടലഗണ്ഡഭൂഃ ചന്ദനദ്രവ വിക്താംഗീ ചാമ്പേയ കുസുമപ്രിയ കുശലാ കോമളാകാര കുരുകുല്ലാകുലേശ്വരി കുളകുണ്ടാലയ കൗളമാർഗതൽപരസേവിത കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടിർമതുർധിതി ശാന്തി സ്വസ്തിമതി കാന്തി നന്ദിനി വിഘ്നനാശ്വിനി തേജോപതി തൃനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുഭ്രു ശോഭനാ സുരനായിക കാലകണ്ഠി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യാ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധിചക്രനിലയ രക്തവർണ ത്രിലോചന ഖഡ്വംഗാദിപ്രഹരണ വദനൈക സമന്വിത പായസാന്ന പ്രിയാ ത്വക്സ്ഥാ പശുലോകഭയങ്കരി അമൃതാദിമഹാശക്തി സമൃത ഡാകിനീശ്വരി അനാഹലാബ്ജനിലയ ശ്യാമാഭാവദനദ്വയാ ദംഷ്ടോജ്വലാക്ഷമാലാധിധരാ രുദ്രസംസ്ഥിത കാളരാത്ര്യാദിശക്ത്യൗഖവൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യാംബാ സ്വരൂപിണി മണിപൂരാബ്ജനിലയ വദനത്രയ സംയുത വജ്രാദികായുധോപേതാഡാമര്യാദിഭിരാവൃത രക്തവർണാ മാംസനിഷ്ഠ ഗുഢാന പ്രീതമാനസ സമസ്ത ഭക്തസുഖദ ലാഗിന്യാംബാ സ്വരൂപിണി സ്വാദിഷ്ഠാനാംബുജഗദ ചതുർവക്ത മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണാദിഗർവിത മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദിസമന്വിത ദധ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി
മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദിനിഷേവിത മുഗ്ധൗതനാസക്തദിത്യ സാകിന്യാംബാസ്വരൂപിണി അജ്ഞാചക്രാബ്ജനിലയ ശുക്ലവർണ ഷടാനന മജ്ജാസംസ്ഥ ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനൈകരസിക ഹാഗിനി രൂപധാരിണി സഹസ്രദളപത്മസ്ഥ സർവവർണോപശോഭിത സർവ ആയുധധര ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രീതയുക്ത യാഗിന്യാംബാ സ്വരൂപിണി സ്വാഹാ സ്വധാ മദത്മേധ ശ്രുതി സ്മൃതിരനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിതാ ബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യ വേദാദിജഗൽപ്രസുഹു സർവവ്യാധിപ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യാചിന്യരൂപ കരികൽമഷനാശിനി കാത്യായിനി കാലഹന്ത്രി കമലാക്ഷനിഷേവിത താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധി നിയന്ത്രി നിഖിലേശ്വരി മൈത്ര്യാദിവാസനാലഭ്യ മഹാപ്രളയസാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാന ഘനരൂപിണി മാധീപാനരസാമക്ത മാതൃകാ വർണ്ണരൂപിണി മഹാകൈലാസനിലയ മൃണാള മൃദുദോർലത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യാ മഹാവിദ്യ ശ്രീവിദ്യാകാമസേവിത ശ്രീ ഷോഡശാക്ഷരി വിദ്യ ത്രികുടാകാമകോടിക കടാക്ഷകിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഫാലസ്ഥേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാരവിപ്രഖ്യാ ത്രികോണാന്തരദീപിക ദാക്ഷായണി ദൈത്യഹന്ത്രി ദക്ഷേജ്ഞ വിനാശിനി ദരാന്തോളിത ദീർഘാക്ഷി ദരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധി ഗോമാതാ ഗുഹജന്മഭൂഹു ദേവേശി ദണ്ഡനീതിസ്ഥാ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യാര കാന്തസ്ഥിതിമണ്ഡലപൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപവിനോദിനി സചാമരരമാവാണി സവ്യദക്ഷിണസേവിത ആദിശക്തിരമേ ആത്മാ പരമാ പാവനാകൃതി അനേകകോടി ബ്രഹ്മാണ്ഡജനനീ ദിവ്യവിഗ്രഹ ക്ലീങ്കാരി കേവല ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുര ത്രിജഗദ്വന്ദ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി ത്രക്ഷരി ദിവ്യഗന്ധാഠ്യ സിന്ദൂര തിലകാഞ്ചിത ഉമാ ശൈലേന്ദ്രതനയാ ഗൗരി ഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദാ വാഗതീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ ജ്ഞാനദാ വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡമണ്ഡല അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രീ വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തി അജാജൈത്രി ലോകയാത്രാവിധായിനി ഏകാകിനി ഭൂമരൂപ നിർദ്വൈത ദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹസ്സേന ഭാവാ ഭാവവിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപ രാജപീഠ നിവേശിത നിജാസുരത രാജലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിത ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാലാപരിച്ഛിന്ന സർവകാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബാ ഗുഹ്യരൂപിണി സർവോപാധിവിനിർമുക്ത സദാശിവപതിവ്രത സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണ ഭഗാരാധ്യമായ മധുമതീമഹി ഗണാംബാ ഗുഹ്യകാരാധ്യ കോമളാംഗീ ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദിസമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദിവിദ്യാ നടേശ്വരി മിഥ്യാ ജഗതധിഷ്ഠാന മുക്തിദ മുക്തിരൂപിണി ലാസ്യപ്രിയ ലേഖരി ലജ്ജാരംഭാതിവന്ദിത ഭവതാവ സുധാവൃഷ്ടി പാവാരണ്യദവാനല ദൗർഭാഗ്യത്തൂലവാതൂല ജരാധ്വാന്തര വിപ്രഭ
ഭാഗ്യാബ്ധിചന്ദ്രിക ഭക്തചിത്തഗേകീഘനാഘന രോഗപർവതദംഭോളി മൃത്യുദാരുകുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശ്വന അപർണാ ചണ്ഡിക ചണ്ഡമുണ്ടാ സുരംശൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗധാത്രീ സുഭഗാ ത്രംബകാ ത്രിഗുണാത്മിക സ്വർഗാപവർഗദാ ശുദ്ധ ജപാ പുഷ്പനിഭാകൃതി ഓജോവതി ദുദിധര ഇത്യരൂപാ പ്രിയവ്രത ദുരാരാധ്യ ദുരാധർഷ പാടലി കുസുമപ്രിയ മഹതീ മേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദ പ്രാണരൂപിണി മാർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രന്യസ്തരാജദൂഹു ത്രിപുരേശി ജയസേന നിസ്ത്രൈ ഗുണ്യാ പരാപരാ സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യപരായണ കബർദിനി കലാമാല കാമധു കാമരൂപിണി കലാനിധി കാവ്യകലാരസജ്ഞ രസസേവതി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി പരംധാമ പരമാണു പരാത്പര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്രവിഭേദിനി മൂർത്ത അമൂർത്ത നിത്യതൃപ്ത മുനി മാനസഹംസിക സത്യവ്രത സത്യരൂപ സർവന്തര്യാമിണീ സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാ ബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠാ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണദാത്രി പഞ്ചാസത് പീഠരൂപിണി വിശൃംഖലാ വിവിക്തസ്ഥ വീരമാതാ വിയർപ്രസു മുകുന്ദ മുക്തിനിലയ മൂലവിഗ്രഹരൂപിണി ഭാവജ്ഞ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യുജരാതത്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷാദുൽപുഷ്ട ശാന്ത്യാതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനകനകതാടങ്കാലീല വിഗ്രഹധാരിണി അജാക്ഷയ വിനിർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രിവർഗനിലയ തൃസ്ത ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമാ സുധാശ്രുതി സംസാരഭംഗമഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞഗത്രി യജമാനസ്വരൂപിണി ധർമ്മധാര ധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭാ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർയോനിനിലയ കുടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യ നാദരൂപിണി വിജ്ഞാനകലനാകല്യ വിദഗ്ധ ബൈന്ധവാസന തത്വാധികാ തത്വമയീ തത്വമർത്ഥസ്വരൂപിണി സമഗാനപ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപസവ്യ മാർഗസ്ഥ സർവ ആപദ്വിനിവാരിണി സ്വസ്ഥ സ്വഭാവമധുര ധീരാ ധീരസമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ തുഷ്ട കരുണാദിത്യപാടല ദക്ഷിണാ ദക്ഷിണാരാധ്യ ദരസ്മേര മുഖാംബുജ കൗലിനി കേവല അനർഘ്യ കൈവല്യപദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്തുത വൈഭവ മനസ്സിനി മാനവതി മഹേശി മംഗളാകൃതി വിശ്വമാധ ജഗധാത്രി ശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരാമോദ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചപ്രേതമഞ്ചാദിശായിനി പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ ശർമ്മദാ ശംഭുമോഹിനി ധരാധരസുധാ ധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധൂക കുസുമപ്രഖ്യ ബാലാ ലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസന്നർച്ചന പ്രീത ശോഭനാ ശുദ്ധമാനസ ബിന്ദു അർപ്പണ സന്തുഷ്ട പൂർവജാ ത്രിപുരാംപിക ദശമുദ്ര സമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബാ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാദിശേജ്ഞാത ഷഡധ്വാദീതരൂപിണി
അവ്യാജകരുണാമൂർത്തി അജ്ഞാനധ്വാന്തദീപിക ആബാലഗോപവിവിധ സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയാ ശ്രീമത് ത്രിപുരസുന്ദരീ ശ്രീ ശിവ ശിവശക്ത്യൈക്യരൂപിണീ ലളിതാംബിക ശ്രീ ശിവ ശിവശക്ത്യൈക്യരൂപിണീ ലളിതാംബിക ശ്രീ ശിവ ശിവശക്ത്യൈക്യരൂപിണീ ലളിതാംബിക. ഏവം ശ്രീലളിതാദേവ്യാം നാംനാം സാഹസ്രകം ജഗു ഇതി ശ്രീലളിതാ സഹസ്രനാമസ്തോത്രം സമ്പൂർണം. ഓം പരാശക്തിയൈ നമഃ. വശിന്യാദിവാഗ്ദേവതാ ഋഷേഃ അനുഷ്ഠുപ്ഛന്ദഃ ശ്രീലളിതാ മഹാത്രിപുരസുന്ദരി ദേവതാ. ഓം പരാശക്തിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര, രക്ഷ രക്ഷ മഹേശ്വരി, രക്ഷ രക്ഷ കരുണാമയി, രക്ഷ രക്ഷ ജഗദീശ്വരി. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. കരചരണകൃതം വാക്കായജം കർമ്മജം വ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വസ്സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ. ശ്രീ മഹാദേവ ശംഭോ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശ. ഗുരോ ബ്രഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവലോകാ സമസ്താ സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ ശ്രീമാത്രേ നമഃ. ശ്രീലളിതാംബികായേ നമഃ. എല്ലാ സാധകർക്കും ദേവീ സാധകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലളിതാ സഹസ്രനാമ യജ്ഞത്തിലേക്ക് വളരെ മനോഹരമായി ആലപിച്ച ജപിച്ച ഗായത്രി ചേച്ചിക്ക് ഹൃദയം പറഞ്ഞ നന്ദി. വളരെ ഭക്തിപൂർവ്വം അതിലുപരി ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും, ഈ ജപിച്ച എല്ലാവർക്കും, അതിലുപരി ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലിട്ടിട്ടുള്ള ഹീല് ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക്, അവർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രശ്നങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവട്ടെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ജപിച്ചപ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടായ പല അനുഭവങ്ങളും ഗ്രൂപ്പിലിട്ടിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ, അത്ഭുതകരമായ അനുഭവങ്ങളൊക്കെ ചിലരൊക്കെ ഇട്ടിരുന്നു. തുടർന്നും അങ്ങനെ ഉണ്ടാവട്ടെ, ദേവിയോട് പ്രാർത്ഥിക്കാം. അത് മഹത്തായ യജ്ഞത്തിലാണ് നമ്മൾ ഭാരതത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സനാതന ധർമ്മികളുടെ കോൺഫിഡൻസും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു യജ്ഞം. യജ്ഞപൂർവ്വം കർമ്മം ചെയ്യണമെന്ന് ഗീതയിൽ പറയുന്നു. അതുകൊണ്ട് നമ്മളൊരു യജ്ഞത്തിലാണ്.
കഴിയുന്നത്ര ആളുകളെ, ഇത് തികച്ചും ഫ്രീ ആണ്, എല്ലാവർക്കും ഇത് എത്തണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ഫ്രീ ആയിട്ട് നൽകുന്നത്. വിലയില്ലാത്തത് കൊണ്ടല്ല. പൈസ വാങ്ങിച്ചെങ്കിലേ വില ഉണ്ടാവത്തുള്ളൂ എന്ന് പലരും പറഞ്ഞു. അങ്ങനെയല്ല, ഞാനപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല. ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, സനാതന ധർമ്മത്തിലുണ്ട്. അവരിലേക്കെല്ലാം ഈ ആശയം എത്തണം എന്നുള്ളതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. ഒരാൾക്ക് പറ്റും, പക്ഷെ മറ്റൊരാൾക്ക് പറ്റിക്കോണമെന്നില്ല. ഒരു നേരത്തെ ഫുഡിന് പോലും ബുദ്ധിമുട്ടുന്നവരുണ്ട് ഹിന്ദുക്കൾ പലരും. അഭിമാനം കൊണ്ട് പറയില്ല പുറത്തേക്ക്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നശിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ, കാരണം ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും അവരൊക്കെ ഇതിനകത്ത് ഉണ്ട്. അവരുടെ ഉപാസനയും പ്രാർത്ഥനയും കഴിഞ്ഞിട്ടേ ഉള്ളൂ, ബാക്കിയല്ല. നമുക്ക് എല്ലാം കഴിഞ്ഞ സമയമുണ്ടെങ്കിൽ നമ്മുടെ ഉപാസനകളുള്ളൂ. അപ്പൊ നമ്മളിത് അതിക്രമിച്ചു എല്ലാവരിലും എത്തിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് എല്ലാ വ്യക്തികളും, കുറച്ച് ലൈറ്റിന്റെ പ്രോബ്ലം ഉണ്ട്, ഞാനൊരു എമർജൻസി ആയിട്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കുക. ഒരു നിമിഷം. സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, താങ്ക് യു. ശരി. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തി. അപ്പൊ ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ ശ്ലോകങ്ങളുടെയും ഒക്കെ അർത്ഥം നമ്മൾ വരും ആഴ്ചകളിൽ ക്ലിയർ ആയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പോകും. അതിനു മുമ്പ് ഇത് അറിഞ്ഞിരിക്കണമല്ലോ, എന്താണ് ലളിതാ സഹസ്രനാമം, എന്തിനാണ് ജപിക്കുന്നത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക. ഇത് എങ്ങനെ ജപിക്കണം എന്നുള്ളത് നമ്മൾ പറയാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഊന്നൽ നൽകി പറഞ്ഞത്, ശരിയല്ലേ? പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? നട്ടെല്ല് നിവർന്നിരുന്ന് ജപിക്കണം, ഇല്ല സ്പോണ്ടിലോസിസ് വരാൻ ചാൻസ് ഉണ്ട്, കുണ്ടലിനി സുഷുമ്നയിലൂടെ റൺ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. നട്ടെല്ല് നിവർന്നിരുന്ന് ജപിക്കണം എന്ന് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് ജപിക്കണം എന്ന് പറഞ്ഞു, ബ്രെയിൻ കെമിക്കൽസ് പോസിറ്റീവ് ആകാൻ, നമ്മുടെ പ്രീ ഫ്രണ്ടൽ ലോബ് ആക്റ്റീവ് ആകുന്ന കാര്യം, ക്രിയേറ്റിവിറ്റി വർക്ക് ചെയ്യുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ നട്ടെല്ല് നിവർന്നിരുന്ന്, അതുപോലെ കണ്ണ് തുറന്ന് നാമം ജപിക്കണം എന്ന് പറഞ്ഞു, കണ്ണടച്ച് ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അടയ്ക്കുമ്പോൾ ഭയം വരും, അഡ്രിനാലിൻ വരും, നമ്മുടെ ജപിക്കുന്ന എനർജി നെഗറ്റീവ് എനർജികൾക്ക് ബാധകളിലേക്ക് പോകും, അത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ജപിച്ച് ദുരിതങ്ങൾ വന്ന് നശിക്കുന്നവരെ നമുക്ക് കണ്ടിട്ടുണ്ടാവും. അമ്പലത്തിലൊക്കെ ഒരുപാട് പോയി പ്രാർത്ഥിച്ച് കരഞ്ഞു വിളിച്ച് കണ്ണൊക്കെ അടച്ച് ഒരുപാട് പ്രാർത്ഥിക്കുന്നവർക്ക് ദുരിതം കൂടി വരുന്നത് കണ്ടിട്ടില്ലേ? നമ്മൾ ആലോചിക്കും, ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് എന്താ ദുരിതം ഇവർക്ക് വിട്ടുമാറാത്ത കൂടി വരുന്നത്? അതിന്റെ കാരണം നമ്മൾ ജപിക്കുന്ന എനർജി ഇമോഷണലി നെഗറ്റീവായി കരഞ്ഞോണ്ടൊക്കെ ജപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബാധകളിലേക്ക് പോയിട്ട് അവർ നമുക്ക് ദുരിതം തരുന്നതാണ്. അപ്പം അത് കൂടി വരും. അപ്പൊ അതുകൊണ്ട് സിസ്റ്റമാറ്റിക്കലായിട്ട് ജപിക്കാൻ, ഇതൊക്കെ നമ്മുടെ സനാതന ധർമ്മികളെ പഠിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു യജ്ഞത്തില്, എല്ലാവരും യജ്ഞം എന്ന് പറഞ്ഞാൽ ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മം എന്നാണ്. അല്ലാത്ത എങ്ങനെ യജ്ഞം ആവുക? ഗീതയിൽ പറയുന്നു, ഫലം നോക്കാതെ കർമ്മം ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മം. അതാണ് നമ്മളെ മോചിപ്പിക്കുന്നത്. അവിടെ ഇമോഷൻസ് ഇല്ല, ഭയമില്ല, വിഷമമില്ല, കാരണം മറ്റൊരാൾക്ക് വേണ്ടിയാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ കൂടുതലായിട്ട് കിട്ടും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, യജ്ഞപൂർവ്വം കർമ്മം ചെയ്യണം എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇപ്രാവശ്യം നമ്മൾ പറയുന്നത് എങ്ങനെ ജപിക്കണം ലളിതാ സഹസ്രനാമം എന്നുള്ളത്. എല്ലാവർക്കും ജപിക്കാവൂ. പിന്നെയും ആളുകൾക്ക് മെസ്സേജ് ഇൻബോക്സിലൊക്കെ ചോദിക്കാണ്, എല്ലാവർക്കും ജപിക്കുക, എല്ലാവർക്കും ജപിക്കും. ദീക്ഷ എടുത്തവർക്ക് മാത്രമല്ല. അപ്പൊ നമ്മുടെ ഒരു ദീക്ഷ എടുത്തവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അല്ലാതെ പുതിയതായിട്ട് വന്ന് ചേരുന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് നമുക്കുണ്ട്. അവർ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്, ഓരോ കുട്ടിക്കും വേണ്ടിയിട്ടാണ്. അല്ലാതെ നമ്മുടെ ദീക്ഷ എടുത്തവർക്ക്, തപോവനിൽ നിന്ന് ശ്രീവിദ്യയിൽ മന്ത്രദീക്ഷ എടുത്തവർക്ക് മാത്രമല്ല, എല്ലാവരിലും ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികൾക്കും ലളിതാ സഹസ്രനാമം ജപിക്കണം. അപ്പോ ജപിക്കുന്നതിന് മുമ്പ് മൂലമന്ത്ര ജപം ജപിക്കാൻ പറ്റുന്നെങ്കിൽ നല്ലത്, അത്രേ ഉള്ളൂ. നിർബന്ധമില്ല. ജപിക്കാൻ പറ്റുന്നുണ്ട്, ദീക്ഷ എടുത്തിട്ട് ശ്രീവിദ്യ മന്ത്രം ജപിക്കുന്നത് നല്ലതാണ്. ദാറ്റ്സ് ഓൾ. ഓക്കെ, അങ്ങനെയാണ് പണ്ട് ജപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അതിന്റെ ഗുണം കിട്ടുന്നുണ്ട്, എല്ലാവരും ജപിക്കുന്നു. സോ എല്ലാവർക്കും അത് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായ രീതിയിൽ മന്ത്രോപാസന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കുളിച്ചിട്ട് ഇത് ജപിക്കാൻ പ്രത്യേകിച്ച് ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ ഒരു ലോഡ്ജിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലളിതാ സഹസ്രനാമത്തിന്റെ പുസ്തകമോ അല്ലെ മൊബൈലിലെ PDF ഫയലോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ലോഡ്ജിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ണുമുഖം നനച്ചിട്ട് അവിടെ വന്ന് ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ മൊബൈൽ നോക്കിയിട്ട് ജപിക്കാവുന്നേ ഉള്ളൂ. 2-3 കാര്യം പ്രധാനം. പിന്നെ അത് വൃത്തിയായിട്ട് ചെയ്യാനുള്ള കാര്യം പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ ലോഡ്ജിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓഡിബിൾ അല്ലേ?
യെസ്. അപ്പം നമ്മൾ ലോഡ്ജിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണും മുഖവും നനച്ചിട്ട് വന്നിരുന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗുരുക്കന്മാരെ പ്രാർത്ഥിക്കണം. ഗുരുക്കന്മാരെല്ലാം എപ്പോഴും തലയിലാണ് ഇരിക്കുന്നത്. സഹസ്രാരത്തിലാണ് ഗുരുക്കന്മാരുടെ സ്ഥാനം. ശ്രീവിദ്യയിലെ ഗുരുപാതിക മുദ്ര ദീക്ഷയുള്ളവർക്ക് ഉണ്ടാവും, അത് പിടിക്കാം. സാധാരണ ആളുകൾക്ക്, അല്ലാത്ത ആളുകൾക്ക് സിമ്പിളായിട്ട് തലയിൽ ഇങ്ങനെ കൈ തൊഴുതു പിടിച്ചാൽ മതിയാവും സഹസ്രാരത്തിൽ. എന്നിട്ട് ഓം ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറയാം. തലയെ തൊഴുതിട്ട് ഓം ശ്രീ ഗുരുഭ്യോ നമ എന്ന് പറയാം. ഹൃദയത്തില് തൊഴുതുകൊണ്ട് ഗണപതിയെ പ്രാർത്ഥിക്കണം. ഇത് ഹിന്ദുവിന്റെ അടിസ്ഥാന ഏത് കാര്യം ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഒരു ആശാരി ഒരു പണിയാനായിട്ട് വെക്കുമ്പോൾ തന്നെ അതിന് മുമ്പായിട്ട് അദ്ദേഹം ചെയ്യുന്ന കാര്യമാണ്, ഇപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇപ്പൊ ചെയ്യുന്നോണ്ട് നടത്തില്ല, ചെയ്യേണ്ട കാര്യമാണ് പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ നമ്മള് ഗുരുവിനെ പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് ഗുരു പരമ്പരയെ പ്രാർത്ഥിച്ചു, ഗുരുവിനെ പ്രാർത്ഥിച്ചു. കുളാർണവ തന്ത്രം പറയുന്നത് ഗുരു അല്ലാത്തതെന്ത് എന്നാണ് ചോദിക്കുന്നത്. ഓരോ പുൽക്കൊടിയും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ സർവ്വചരാചര അഖണ്ഡ മണ്ഡലാവ്യാകാരം വ്യാപ്തം ചെയ്യുന്ന ചരാചരം, എല്ലാ ചരാചരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ദേവി തന്നെയാണ് നമ്മുടെ ഗുരു. ആ ഗുരുവിനെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഗണപതിയെ ഹൃദയത്തിൽ തടസ്സങ്ങളില്ലാതെ കുണ്ടലിനി സഹസ്രാരത്തിലെത്താൻ വേണ്ടിയാണ് നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത്. അതിനുള്ള തടസ്സമാണ് പുറത്തുള്ള മെറ്റീരിയൽ ലൈഫിൽ പല തടസ്സങ്ങളായിട്ട് കാണുന്നത് ഈ കുണ്ടലിനിയുടെ തടസ്സം തന്നെയാണ്. സഹസ്രാരത്തിലോട്ട് എത്താതെ ഇടബെങ്കിലെ കൂടെ മാനിഫെസ്റ്റ് ചെയ്ത് ബാധകൾ പിടിച്ച് പോകുന്നതാണ്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഗണപതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൊഴുതു പിടിച്ചുകൊണ്ട് ഗണപതിയെ പ്രാർത്ഥിച്ച ഓം ഗം ഗണപതേ നമ എന്ന് പറയാം. ഓം ശ്രീ ഗുരുഭ്യോ നമ ഗം ഗണപതേ നമ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഗണപതി മൂലമന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ചു ശേഷം നമ്മൾ വിളക്ക് കത്തിക്കുക. ഇത് രണ്ടും മതി നമ്മളൊരു ലോഡ്ജിലാണെങ്കിൽ. പിന്നെ ദേവിയെ മനസ്സിൽ ഹൃദയത്തിൽ സങ്കല്പിച്ചുകൊണ്ട് ജപിച്ചു തുടങ്ങും. ഛന്നസ് തൊട്ടിട്ട് ജപിച്ചു തുടങ്ങും. അതല്ല, നമുക്ക് വീട്ടിലാണ്, നമുക്ക് സമയമുണ്ട്, നമുക്ക് വൃത്തിയായിട്ട് ജപിക്കാൻ സമയവും സാഹചര്യവും ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് തന്നെ ജപിക്കണം. അതിനുള്ള മാർഗമാണ് ഇനി പറയുന്നത്. ഈ ലളിതാ സഹസ്രനാമ സ്തോത്രം ജപിക്കാൻ ശുദ്ധവും വൃത്തി, സ്ഥലം, സമയം ഇതൊന്നും നോക്കാൻ പാടില്ല. അതെന്താ? ഞാൻ ഇന്ന് കുളിച്ചില്ല, ഇന്ന് ഞാൻ ജപിക്കുന്നില്ല, കണ്ടോ, ഇപ്പം മുടങ്ങിപ്പോന്ന കണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈശ്വരനെ വിളിക്കുന്നതിന് അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. അതുകൊണ്ട് ഇതൊന്നും നോക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ലോഡ്ജിലാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും നോക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അത് മുടങ്ങിപ്പോകും. അപ്പൊ അങ്ങനെയല്ല, ഈശ്വരനെ എപ്പോഴും വിളിക്കാൻ പറ്റും. ഈശ്വരന് ഈ ശുദ്ധവും വൃത്തി, സ്ഥലം, സമയം നോക്കണ്ട. അവധൂതന്മാരെങ്ങനെയാണ് നടക്കുന്നത്? ഡ്രസ്സ് പോലും ഇല്ലാതെ റോഡിൽ കൂടെ എന്ത് വൃത്തികെട്ട രീതിയിലായിരുന്നു മായിയമ്മയൊക്കെ നടന്നിരുന്നത്, അല്ലേ? അവരെയൊക്കെ നമ്മൾ എവിടെയാ കണ്ടത്, അല്ലേ? അങ്ങനെയുള്ള പലരെയും നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം ഞാൻ കോഴിക്കോട് വന്നപ്പോൾ അവിടെ ഒരു അച്ചാർ പാവാന്നൊക്കെ ആൾക്കാർ വിളിക്കാറുണ്ട്. അദ്ദേഹത്തെ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട്. ഒരു ചവറ് പൂനയുടെ അടുത്തായിരിക്കുന്നത്, പക്ഷെ അവിടെ എങ്ങും ഒരു ദുർഗന്ധമില്ല, അല്ലെ? നിങ്ങളിപ്പോ എല്ലാം കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈശ്വരനെ വിളിക്കാൻ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് സ്ഥലം, സമയം, ശുദ്ധം, വൃത്തി ഇതൊന്നും നോക്കണ്ട. ഇത് നമുക്ക് ജപിക്കാൻ തോന്നിയാൽ ജപിക്കാം, അതാണ് ഒരു കാര്യം. അപ്പൊ സ്തോത്രം ജപിക്കുന്നതിന് അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കണ്ണുമുഖം നനച്ചിട്ട് നമ്മൾ വീട്ടിലാണെങ്കിൽ വിളക്ക് കത്തിക്കും. കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഓരോ തിരിയിട്ടിട്ട് വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക. കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരുന്ന് ജപിക്കാം. കാരണം സൂര്യൻ അഭിമുഖമായിട്ടിരുന്നാണ് നമ്മൾ ജപിക്കുന്നത്. നമ്മൾ സൂര്യ ഉപാസകരാണ്. നമുക്ക് എല്ലാം തരുന്നത് സൂര്യനാണ്. സൂര്യൻ ലൈറ്റ് എനർജി, ഹീറ്റ് എനർജിയാണ്. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പുറത്ത് റിലീസ് ആവുന്നത് ലൈറ്റ് എനർജി, ഹീറ്റ് എനർജിയാണ്. അപ്പൊ നമ്മളൊക്കെ സഞ്ചരിക്കുന്ന സൂര്യന്മാരാണ്, അല്ലേ? നമ്മൾ ഈ സൂര്യൻ കൊണ്ട് ഇലകള്, ചെടികളൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്നു. ആ പാകം ചെയ്ത കഴിക്കുന്ന മൃഗങ്ങളെ കഴിക്കുന്നു, അല്ലെങ്കിൽ ആ പഴങ്ങൾ നമ്മൾ കഴിക്കുന്നു. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ. സത്യത്തിൽ സൂര്യനല്ലേ ഈ ചെടികളായിട്ടൊക്കെ കാണുന്നത്? ഈ മരങ്ങളായിട്ടും വൃക്ഷങ്ങളായിട്ടും അത് കഴിക്കുന്ന ജീവജാലങ്ങളായിട്ടും നമ്മളായിട്ടും നമ്മൾ റിലീസ് ചെയ്യുമ്പോഴും നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ ബോഡിയിൽ നിന്ന് ലൈറ്റ് എനർജി, സൂര്യൻ ലൈറ്റ് എനർജി, ഹീറ്റ് എനർജിയാണ്. അപ്പൊ നമ്മളൊക്കെ സഞ്ചരിക്കുന്ന സൂര്യൻ. അതാണ് സൂര്യ ഉപാസനയ്ക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത്. പ്രാണം സൂര്യനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യൻ ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂര്യനെ നോക്കിയിട്ടാണ് ഉപാസന സെറ്റ് ചെയ്യേണ്ടത്. പൂജാമുറി ആയാലും സെറ്റ് ചെയ്യേണ്ടതൊക്കെ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ആണ് നമ്മൾ സെറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരുന്ന് രാവിലെ കിഴക്കോട്ടും പടിഞ്ഞാട്ട് വൈകിട്ടും ജപിക്കാം. അതല്ല, ഒരു പൂജാമുറി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഇത് നോക്കണ്ട. പൂജാമുറി കിഴക്കോട്ടായിരിക്കും സ്ഥിരം, അല്ലെങ്കിൽ പടിഞ്ഞാട്ടായിരിക്കും സ്ഥിരം. അപ്പൊ അങ്ങോട്ട് നോക്കിയിരുന്ന് നമ്മൾ ശ്രീചക്രം അല്ലെങ്കിൽ ദേവിയുടെ ഒരു ചിത്രം ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വിളക്ക്, ഇതൊക്കെ നോക്കി ഇഷ്ടമുള്ളത് എന്തും ഉപാധിയാക്കാം, ഈശ്വര ഉപാസനയുടെ ഉപാധിയാക്കാം, ജപിക്കാം. അപ്പൊ വിളക്ക് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ ജപിക്കാം. തിരിയിട്ട്, അതല്ല 5 തിരി ഇടാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ 5 തിരി ഇടണം. 5 തിരി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കിഴക്കോട്ട് പടിഞ്ഞാട്ട്, പിന്നെ 4 ദിക്കിൽ ആദ്യം വിടുക. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്.
അത് കഴിഞ്ഞ് ശിവനെ സങ്കല്പിച്ച്, കൈലാസത്തിലെ ശിവനെ സങ്കല്പിച്ച് ഈശാന കോണിലേക്ക്, ഈശാന കോൺ എന്ന് പറഞ്ഞാൽ എന്താ, കിഴക്ക് വടക്കേ മൂല, കിഴക്ക് വടക്കേ മൂലയിലേക്കും വിളക്കിടാം, വിളക്കിൽ തിരിയിടാം. ഈ തിരിയുടെ വെട്ടുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വിളക്കിൽ വെട്ടുകൾ ഉണ്ടായിരിക്കും ചില വെട്ടുകളിൽ. അത് ഈ പറയുന്ന സ്ഥലത്തോട്ടൊന്നും തിരിഞ്ഞല്ല അവർ വെച്ചിട്ടുള്ളൂ മിക്ക വിളക്കുകളിലും. അതുകൊണ്ട് ഈ വെട്ടില്ലാത്ത വിളക്കാണ് കുറച്ചുകൂടെ നല്ലതാണ്. അവിടെ ഈ പ്രശ്നമില്ല, നിലവിളക്കാണ്. ഇനി അതല്ല വെട്ടുള്ള വിളക്കേ ഉള്ളെങ്കിലും വിഷമിക്കണ്ട, നമ്മൾ ഈ വെട്ട് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ആരെങ്കിലും ചോദിക്കുക, ഈ വെട്ടിനനുസരിച്ചല്ലേ വെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വെട്ടുമെന്ന് പറഞ്ഞാൽ മതി. നമ്മള് വെട്ടൊന്നും നോക്കണ്ട, വെട്ടൊന്ന് തുണ്ടൻ രണ്ട് വെട്ട് നമ്മൾ പറയുന്ന അപ്പുറം ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തീരുമാനിച്ച് അങ്ങോട്ട് ചെയ്യാം. ആരെയും നോക്കേണ്ട കാര്യമില്ല. ഇതാണ് സത്യം. 4 ദിക്കിലും ഈശാന കോണിലേക്കും വിളക്ക് തിരിയിട്ടിട്ട് വിളക്ക് കത്തിക്കാം. അത് നമ്മുടെ മുന്നിൽ നിന്ന് കത്തിച്ച് വരാം. റൗണ്ടായിട്ട് പ്രദക്ഷിണമായിട്ടേ വിളക്ക് കത്തിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം പ്രദക്ഷിണമായിട്ട് അമ്പലത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നത് കത്തിച്ച് വരാം. വിളക്ക് ഒരു ആധാരം വെച്ചിട്ടേ വെക്കാവൂന്ന് പറയും. ഒന്നുമില്ല ഇലയെങ്കിലും ഇല്ല പേപ്പറെങ്കിലും, അല്ലെങ്കിൽ ഒരു തട്ടമാണ് വെക്കേണ്ടത്. പറ്റുമെങ്കിൽ തട്ടം വെച്ചിട്ട് വിളക്ക് കത്തിക്കാം. അങ്ങനെ വിളക്ക് ദേവിയെ സങ്കല്പിച്ച ഓം ശ്രീ പരാശക്തിയെ നമാണെന്ന് ഞാൻ വിളക്ക് കത്തിക്കാം, എന്നിട്ട് ജപിക്കാം. ആ വിളക്ക് കത്തിച്ച ശേഷം നമ്മൾ ദേവിയെ ആവാഹിക്കുകയാണ് വിളക്കിലേക്ക്. ആദിപരാശക്തി മഹാത്രിപുരസുന്ദരി, ലതാ ത്രിപുരസുന്ദരി ആ വിളക്കിലെ അഗ്നിയിലേക്ക്, ആ വിളക്കിലേക്ക് സാന്നിധ്യപ്പെട്ടു എന്ന് സങ്കല്പിച്ച്, പുഷ്പങ്ങളുണ്ടെങ്കിൽ സങ്കല്പിച്ച് ഓം ശ്രീ മഹാദേവിയെ നമാന്ന് പറഞ്ഞ്, അല്ലെ മഹാത്രിപുരസുന്ദരിയെ നമാന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ ദീക്ഷയെടുത്ത ആളുകൾക്ക് കൃത്യമായ ആവാഹന പദ്ധതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അത് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യണം. അല്ലാത്ത ദീക്ഷ ഇല്ലാത്ത ആളുകൾ സിമ്പിളായിട്ട് ദേവി അങ്ങനെ വേണം വിളിക്കാം. ഒരു പുഷ്പം എടുത്തിട്ട്, പുഷ്പം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അത് സങ്കല്പിച്ചാൽ മതി. വിളക്കിലേക്ക് ദേവി വന്നിരുന്നു എന്ന് സങ്കല്പിച്ചാൽ മതി. ചിലപ്പോൾ പൂവൊന്നും കിട്ടത്തില്ല, രാത്രിയിലൊന്നും ഞാൻ ജപിക്കുന്നത്. അപ്പൊ നമ്മൾ ആ സങ്കല്പിച്ചാൽ മതി. അമ്മ വന്ന് ആ വിളക്കിൽ സാന്നിധ്യപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. ആ അഗ്നിയിൽ സാന്നിധ്യപ്പെട്ടു, വിളക്കിൽ സാന്നിധ്യപ്പെട്ടു. എല്ലായിടത്തും വിളക്കിലാണോ തിരിയിലാണോ, ഏത് തിരിയിലാണ്, വിളക്കിന്റെ അറ്റത്താണോ താഴെയാണോ, ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. തന്ത്രത്തിൽ സംശയം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും അല്ലെ. സംശയിച്ചാൽ ഒരു പരിപാടിയും നടക്കത്തില്ല. അപ്പൊ ഈ എല്ലായിടത്തിലും ദേവി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് സങ്കല്പിച്ച് വെച്ച് കഴിഞ്ഞാൽ തെറ്റുമോ 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 എന്നുള്ള പേടിയാണ് പല ആളുകൾ ഇതൊന്നും ചെയ്യാൻ ഹിന്ദുക്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റിക്കോട്ടെ, അമ്മയുടെ മുന്നിൽ തെറ്റിയാണ് നമ്മൾ ശരി പഠിച്ചിട്ടുള്ളത്. അമ്മയുടെ മുന്നിൽ ഡ്രസ്സില്ലാതെ ഉണ്ടായി വന്നവരാണ് നമ്മൾ. അമ്മയുടെ മുന്നിൽ എന്ത് നാണക്കേടാ ഉള്ളത് അല്ലെ, എന്ത് കുഴപ്പമാ ഉള്ളത്. ആ തെറ്റിയല്ലേ വീണിട്ടല്ലേ നമ്മൾ നടക്കാൻ പഠിച്ചത്. എത്രയോ പ്രാവശ്യം തെറ്റിയപ്പോ അമ്മ തന്നെയല്ലേ നമ്മുടെ ഭാഷ നമ്മളെ ശുദ്ധീകരിച്ചത്. അതുകൊണ്ടാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ തെറ്റുമോ എന്നുള്ള ഭയം എടുത്ത് കളയണം. തെറ്റുകൾ മാക്സിമം ഉണ്ടാക്കാൻ ശ്രമിക്കണം. കാരണം ഒരിക്കലും തെറ്റുപറ്റാത്ത ധീരന്മാരുള്ള നാടാണ് ഭാരതം. ആരാ ഒരിക്കലും തെറ്റുപറ്റാത്തത്? ഒന്നും ചെയ്യാത്തവരാണ്. എന്തെങ്കിലും ചെയ്യുന്നല്ലേ തെറ്റ് പറ്റുള്ളൂ. വീട്ടിൽ കയറി ഇരിക്കണം തെറ്റ് വല്ലതും പറ്റുമോ? ഒന്നും പറ്റിയില്ല. എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് മിസ്റ്റേക്ക് ഉണ്ടാവുന്നത്. തെറ്റുകളെ സ്നേഹിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാനോ മുന്നോട്ട് വരാനോ ജീവിതത്തിൽ പറ്റുള്ളൂ. സ്വന്തം തെറ്റുകൾ ഓർത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒരിക്കലും വിജയിക്കില്ല. അപ്പൊ അതുകൊണ്ട് തെറ്റുകൾ മാക്സിമം ഉണ്ടാക്കണം. നമ്മുടെ തെറ്റുകളാണ് ഇവിടെ വേണ്ടത് ദേവിയുടെ മുന്നിൽ. അതിലൂടെ ശരി പഠിക്കത്തുള്ളൂ അല്ലേ, ശരിയല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നോക്കാതെ, നമ്മൾ തെറ്റുമോന്ന് ഭയക്കാതെ. എന്നോട് പലരും ചോദിക്കുന്നത് തെറ്റിയാൽ എന്ത് പറ്റും? തെറ്റിയാൽ ഒന്നും പറ്റാനില്ല. ഇവിടെ ഒരു സാറോ കുട്ടിയോ വടിയോ ഒന്നും ഇല്ല. തെറ്റിയാലൊന്നും ആരോ സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു ഭയമാണ് നമുക്ക്. അങ്ങനെ തെറ്റിയാലൊന്നും ഒരു കുഴപ്പമില്ല. ജീവിതത്തിൽ നമ്മൾ മാക്സിമം തെറ്റ് വരുത്തിയാണ് ശരി പഠിക്കുന്നത്. അതുകൊണ്ട് ധൈര്യപൂർവ്വം തെറ്റോടെ ലളിതാ സഹസ്രനാമം ജപിക്കാം. അപ്പം അങ്ങനെ വിളക്ക് കത്തിച്ച് നമ്മൾ സ്വാഭാവികമായിട്ടും ദേവിയെ ആവാഹിച്ച് ദേവി അതിലേക്ക് വരുന്നു എന്ന് സങ്കല്പിച്ച് അമ്മയുടെ മൂലമന്ത്രവും, അല്ലെങ്കിൽ അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ പ്രധാനിക്ക് നമ്മുടെ മന്ത്രം ആർക്കും ജപിക്കാം. ഒരു 10 എണ്ണം ജപിക്കണം. അല്ലെങ്കിൽ അറിയാവുന്ന ദേവിയുടെ എന്തെങ്കിലും മന്ത്രം ഒരു 10 എണ്ണം ജപിക്കണം. മൂലമന്ത്രങ്ങൾ, മൂലമന്ത്രത്തിന്റെ സ്ഥാനത്തുള്ള. എന്തിനാ മൂലമന്ത്രം എന്ന് പറഞ്ഞാൽ ആ ദേവതയെ സങ്കല്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ആ ദേവതയെ എക്സ്പാൻഡ് ചെയ്യാൻ, എല്ലാ സഹസ്രനാമം ജപിച്ച് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുക. ചുമ്മാ സഹസ്രനാമങ്ങൾ തുടങ്ങല്ല നല്ലത്. അപ്പം ഇവിടെ ഇത് നമ്മൾ ഗൂഗിൾ മീറ്റ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത് ചെയ്തിരിക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം മുതൽ സ്ഥലവും സമയവും സാഹചര്യം ഉണ്ടെങ്കിൽ, ലോഡ്ജിലാണെങ്കിൽ ഈ വിളക്ക് സംഭവം ഒന്നും വേണ്ട. ജസ്റ്റ് ഗുരുവിനെയും ഗണപതിയെയും വന്ദിച്ച് ഈ മൂലമന്ത്രം 10 എണ്ണം ജപിച്ചിട്ട് ജപിക്കാം. ഏതെങ്കിലും ദേവിയുടെ ഒരു മൂലമന്ത്രം ഒരു 10 എണ്ണം ജപിക്കുന്നത് നല്ലതാണ്. ശ്രീവിദ്യ ഉപാസകൻ ശ്രീവിദ്യ പദ്ധതി പ്രകാരം മന്ത്രദീക്ഷ തന്നിട്ടുള്ള ബാലാ ത്രിപുരസുന്ദരിയുടെ മന്ത്രം, അല്ലെങ്കിൽ ലളിതാ ത്രിപുരസുന്ദരി പഞ്ചദശി ദീക്ഷയുള്ളവരാണെങ്കിൽ അത്, ഷോഡശി ദീക്ഷയുള്ളവരാണെങ്കിൽ അത്, മഹാഷോഡശി ദീക്ഷയുള്ളവരാണെങ്കിൽ ആ മന്ത്രം ജപിക്കണം 10 എണ്ണം. എന്നിട്ട് ദേവിയുടെ അത് ആവാഹിക്കുമ്പോൾ തന്നെ ധ്യാനം നമ്മൾ പറയുന്നുണ്ട്. അതുകൂടാതെ ലളിതാ സഹസ്രനാമത്തിന്റെ ധ്യാനം, അതിനോടൊപ്പം ന്യാസം ഒക്കെ ചെയ്യണം.
എന്താണ് ന്യാസം എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ് അർത്ഥം. നമ്മുടെ കൈ ഓരോ സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ഉപബോധ മനസ്സിൽ അവിടെ ഒരു വൈബ്രേഷണൽ ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രെയിൻ ന്യൂറോൺ സെൽസിന്റെ ഒരു പാത്വേ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു റൂട്ട് ബ്രെയിൻ വയറിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ആ ടച്ച് കൊണ്ട് നമ്മളൊരു വൈബ്രേഷണൽ ഫീൽഡ്, ആ ജപത്തിന് വേണ്ടിയിട്ടുള്ള വൈബ്രേഷണൽ ഫീൽഡ് ഉണ്ടാക്കുകയാണ്. പ്രൊട്ടക്ഷനും അങ്ങനെ പല കാര്യങ്ങളും അതിന്റെ പിന്നില് ഋഷിമാര് പറഞ്ഞതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ന്യാസം ചെയ്യുന്നത് നല്ലതാണ്. ന്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഛന്ദസ് നിസിക്കണം. ശശി ആദ്യം ഗുരുവാണ്, സഹസ്രാരത്തിലാണ് ഗുരു. മൃഗമുദ്ര കൊണ്ട് ഗുരുവിനെ സങ്കല്പിച്ച് സഹസ്രാരത്തിൽ നസിക്കുന്നു. ലളിതാ സഹസ്രാമത്തിന്റെ ഋഷി ആരാണോ ആ ദേവത, അത് വശിന്യാദി വാഗ്ദേവതകളാണ് ലളിതാ സഹസ്രാമം രചിച്ചത്. അതായത് നമ്മുടെ വിശുദ്ധിയില് ഉള്ള ശ്രീചക്രത്തിലെ ശ്രീവിദ്യാ സമ്പ്രദായം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവർക്ക് മനസ്സിലാവും. വിശുദ്ധിയിലുള്ള ചക്രത്തില് വിരാജിക്കുന്ന ചക്രേശികളായിട്ടുള്ള യോഗിനികളായിട്ടുള്ള ദേവതകളാണ് വശിനി, കാമേശ്വരി, മോദനി, വിമല, അരുണ, ജയിനി, സർവേശ്വരി, കൗളിനി ഇങ്ങനെ തുടങ്ങിയ വശിനി തുടങ്ങിയ വശിന്യാദിയായ ദേവതകൾ. വശിന്യാദി വാഗ്ദേവത, വാക്ക് വരുന്ന ഇവിടെ നിന്നായതുകൊണ്ടാണ് വാഗ്ദേവത ഋഷയ എന്ന് പറയുന്നത്. വശിന്യാദി വാഗവും സ്ത്രീ വശിന്യാദി വാഗ്ദേവത ഋഷയ. ഓം അനുഷ്ഠുപ് ഛന്ദ. അനുഷ്ഠുപ് ഛന്ദസ്സിലാണ് ഒരുപാട് സ്തോത്രങ്ങൾ രചിക്കപ്പെട്ടു. വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ അനുഷ്ഠുപ് ഛന്ദശാസ്ത്രമാണ് ഒരു വലിയ സബ്ജക്റ്റാണ്. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ആ മന്ത്രത്തിന്റെ മാത്രകളാണ്. അനുഷ്ഠുപ് 32 അക്ഷരം അല്ലെങ്കിൽ ഇങ്ങനെ പല പല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ അത്ര അക്ഷരമുള്ള എല്ലാ സ്തോത്രങ്ങളും അനുഷ്ഠുപ്പാണെന്ന് വെച്ചാൽ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ സബ്ജക്റ്റാണ്. ഇപ്പൊ അതിന്റെ പുറകെ പോകുന്നില്ല, മാത്രകളും ഒക്കെ വെച്ചിട്ടാണ് ഇത് നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആ ഛന്ദസ്, ആ ചൊല്ലുന്ന രീതി മാത്രം മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. ആ താളം ചൊല്ലുന്ന രീതി ഇത് മാത്രം ആണ് ഛന്ദസ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ചൊല്ലേണ്ട ഒരു മീറ്റർ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഛന്ദസ് കൊണ്ട്. ആ അനുഷ്ഠുപ് ഛന്ദഃ, ആ മീറ്റർ ഒന്ന് ഓർക്കുക, ചൊല്ലുന്ന രീതി. അതിൽ നിന്ന് വിടാതിരിക്കാനാണ് ആദ്യമേ ഇത് ന്യസിക്കുന്നത്. അനുഷ്ഠുപ് ഛന്ദ. ഓം ഹൃദയത്തില് ആ ദേവതയെ ന്യസിക്കുന്നു. ഓം ശ്രീ ലളിതാ പരമേശ്വരി ദേവത. ഇതാണ് ഛന്ദസ്സോട് ആദ്യം അവസാനം ഈ ഛന്ദസ് ന്യസിച്ചിട്ട് ലളിതാ സഹസ്രനാമം ആരംഭിക്കാം. ആദ്യം ഇത് ഛന്ദസ് ന്യസിച്ചിട്ട് ലളിതാ സഹസ്രനാമം ആരംഭിക്കാം. അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം കഴിഞ്ഞാൽ നമ്മൾ ഈ വിളക്കിലേക്ക് ആവാഹിച്ച ദേവതയെ തിരിച്ച് ഉദ്ദേശിക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് ആ ദേവി ഉള്ളിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ മൂലമന്ത്രം ജപിച്ചുകൊണ്ട് ദേവി ഹൃദയത്തിൽ ചേർന്നു എന്ന് സങ്കല്പിച്ച് ശ്വാസം അകത്തേക്കൊന്ന് എടുത്താൽ മതി. മറ്റേത് പുറത്തേക്ക് വെക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് ഒന്ന് നിശ്വസിച്ചിട്ട് ആ ദേവത വിളക്കിലേക്ക് വന്നു എന്ന് സങ്കല്പിക്കാം. തിരിച്ചെടുക്കുമ്പോൾ അതിന് ആ വിശ്വാസത്തിനൊരു പവർ കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു സെൻസറി സ്റ്റിമുലേഷൻ പോലും കൂടെ കൊടുക്കുന്നത്. അപ്പം തിരിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് അകത്തേക്ക് ദേവത എടുക്കാം. ലാസ്റ്റ് അവസാനം മതി. അപ്പം ഛന്ദസ് തൊട്ടിട്ട് വേണം മന്ത്രം ജപിക്കുവാൻ. മറ്റൊന്ന് നമ്മൾ ജപിക്കുന്ന മറ്റൊരു കാര്യമാണ്, ന്യാസത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്, ശ്രീമദ് വാഗ്ഭവ കൂടേതി ബീജം. 3 കൂടങ്ങളിലാണ് ലളിത ത്രിപുരസുന്ദരി ദേവിയെ നമ്മൾ ഉപാസിക്കുന്നത്. പഞ്ചദശിയായാലും ബാലയായാലും ഷോഡശിയായാലും മഹാഷോഡശിയായാലും ഒക്കെ 3 കൂടങ്ങൾ എന്ന് പറയുന്നത് വാഗ്ഭവകൂടം, മുഖത്ത് വാക്ക് ഉത്ഭവിക്കുന്ന കൂടം. മധ്യകൂടം കണ്ഠ അതി വാക് ശ്രീമദ് വാഗ്ഭവകൂടേക സ്വരൂപ മുഖപങ്കജ അല്ലാതെ പറയുന്നു. കണ്ഠം മുതൽ കടി അരക്കെട്ട് വരെയുള്ള പോർഷൻ മധ്യകൂടം എന്നറിയപ്പെടുന്നു. ശക്തികൂടേകതാവന കട്ടിയ ധോഭാഗതാരണി. കണ്ഠാത കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി ശക്തികൂടേകതാവന കടിയ ധോഭാഗതാരണി. അരക്കെട്ടിന് അടിയിലോട്ട് ശക്തികൂടം. മൂലമന്ത്രാത്മിക, ദേവതയുടെ ശരീരം മൂലമന്ത്രമാണ്. ഇതൊന്നും അല്ല, സാരി എടുത്തുകൊണ്ടിരിക്കുന്നൊന്നും അല്ല എന്ന് പറയാണ് ഋഷി. അത് മന്ത്രശാസ്ത്രം പറയുന്ന ലളിതാ സഹസ്രനാമത്തിലെ ഭാഗത്തില് ഈ ശ്ലോകം വരുന്നത്. മന്ത്രാർത്ഥം പറയുന്ന ഭാഗത്തില. ലളിതാ സഹസ്രനാമത്തിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ ഈ മൂലമന്ത്ര സ്വരൂപിണിയായ ദേവതയെ ഉപാസിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഈ 3 കൂടങ്ങളിലായിട്ടാണ് നമുക്ക് ദീക്ഷയുള്ളവർ ദേവിയുടെ മൂലമന്ത്രം ജപിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പം
മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കേസ്, നമ്മുടെ ഈ ജപം ഈ 3 കൂടങ്ങളിലായിട്ടാണ് ദേവി സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒന്ന് ഓർക്കാനും ഇത് ഓർത്ത് വെച്ചുകൊണ്ട് ന്യാസം നമ്മൾ ചെയ്യുമ്പോൾ ശ്രീമദ് ഭവകൂടേരി ബീജം. കാരണം ഒരു ബീജമന്ത്രം ഉണ്ടാവുന്നത് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, അപ്പോഴല്ലേ നമ്മൾ കേൾക്കുന്നത്, അല്ലേ? അപ്പൊ വാഗ്ഭവകൂടത്തിലൂടെ ശബ്ദം ഉണ്ടാകുന്ന സരസ്വതി ബീജമായ ഐം എന്നുള്ള അക്ഷരമാണ് ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ആദ്യത്തെ ബാലാമന്ത്രത്തിന്റെ ആദ്യത്തെ അക്ഷരം. ആ അക്ഷരം സരസ്വതി ബീജമാണ്. അത് വാഗ്ഭവകൂടത്തിലാണുള്ളത്. അതുകൊണ്ടാണ് ശ്രീമദ് വാഗ്ഭവകൂടേരി ബീജം എന്ന് പറയുന്നത്. മറ്റു മന്ത്രങ്ങൾ ദീക്ഷയുള്ളവർക്ക് അത് പിന്നീട് അവർക്കറിയാവുന്നതാണ്. അത് ഉപദേശത്തോടു കൂടി പറയാൻ പറ്റുന്നുള്ളതുകൊണ്ട് അതിപ്പോ പറയാൻ നിർവാഹമില്ല. അത് സ്വാഭാവികമായിട്ടും ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരുപാടൊന്നും മനസ്സിലാക്കണ്ട, സിമ്പിളാണ്. വാഗ്ഭവകൂടം സരസ്വതിയാണ്. വാഗ്ഭവകൂടം ശ്രീമദ് വാഗ്ഭവകൂടേരി ബീജം. കണ്ഠാരക്കടിവരന്റെ മധ്യകൂട സ്വരൂപിണി എന്ന് പറയുന്നത്, അതായത് മധ്യകൂടത്തിലെ കാമരാജകൂടെന്നും ഇതിന് പറയും ശ്രീവിദ്യ മന്ത്രശാസ്ത്രത്തിൽ. കാമരാജകൂടത്തിലിരിക്കുന്ന കാമകലാബീജമായിട്ടുള്ള അക്ഷരം 2ാമത്തെ അക്ഷരമാണ്. ആ അക്ഷരം ഉച്ചരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടുന്നാണ് ആ ശബ്ദം ഉണ്ടാവുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും മധ്യകൂടേരി ശക്തി, അതിപരാശക്തി ദേവത ഇരിക്കുന്നത് ഹൃദയത്തിലായതുകൊണ്ട് ആ ദേവതയുടെ രൂപം ഹൃദയത്തിൽ കാണണം. ആ ദേവതയുടെ രൂപം അതാണ് ശക്തിയായിട്ട് പരിണമിച്ച് പുറത്തേക്ക് വരുന്നത്. അപ്പം മധ്യകൂടേരി ശക്തി, ശക്തി കൂടേരി കീലകം. ശക്തി കൂടെ എവിടെയാണ്? കണ്ഠാരക്കടിപര്യന്ത മധ്യകൂട സ്വരൂപിണി. മധ്യകൂടേരി ശക്തി, മധ്യകൂടത്തിലാണ് ആദിപരാശക്തി ഇരിക്കുന്നത്. ആ ശക്തി ഉത്ഭവിക്കുന്ന എവിടുന്നാണ്? ശക്തികൂടത്തിൽ നിന്ന്. മധ്യകൂടത്തിൽ നിന്ന് ശക്തി ഇരിക്കുന്നു. ആ ശക്തി ഉത്ഭവിക്കുന്നത് കൂടം, മധ്യകൂടം, ശക്തികൂടം. അത് തടി അധോഭാഗധാരണ, അരക്കെട്ടിന് അടിയിലാണ്. അതുകൊണ്ടാണ് ആ ലാസ്റ്റ് അക്ഷരം ജപിക്കുമ്പോൾ ആ മൂലാധാരം സ്റ്റിമുലേറ്റ് ആവും. അതുകൊണ്ട് വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം, ഈ കാര്യങ്ങളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വാഗ്ഭവകൂടേരി, ശ്രീമദ് വാഗ്ഭവകൂടേരി ബീജം, മധ്യകൂടേരി ശക്തി, ശക്തികൂടേരി കീലകം. കീലകം എന്ന് പറഞ്ഞാൽ എന്താണ്? ആണി അടിക്കാന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെ മൂലാധാരവുമായിട്ട് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് നിന്ന് വേണം ഉപാസന ചെയ്യുക. മൂലാധാരം സ്ട്രെങ്തൻ ചെയ്യാതെ കുണ്ടലിനി റൈസായിട്ട് ഒരുപാട് ആളുകൾ ബൈപ്പോളാർ ഡിസോർഡർ പോലുള്ള മാനസിക രോഗങ്ങളായിട്ട് എന്നെ കാണാൻ വരാറുണ്ട്. ആസ് എ സൈക്കോളജിസ്റ്റ് ഇത് രണ്ടും ഉള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാട് അടുത്ത് വരാറുണ്ട്. ഇത് എന്നിങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. ബൈപ്പോളാർ ഡിസോർഡർ, അതുപോലെ എന്താ പറയുന്നത്, ഈ ഒബ്സസീവ് കമ്പൾസീവ് OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഇതൊക്കെ ആയിട്ട് ആളുകൾ വരാറുണ്ട്. കാരണം അവർ ജപം തെറ്റായി അറിയാൻ വയ്യാതെ നെറ്റിൽ നിന്ന് വലിയ മന്ത്രങ്ങളൊക്കെ എടുത്ത്, തൊടാൻ പാടില്ലാത്ത മന്ത്രങ്ങൾ പോലും എടുത്ത് ജപിച്ച് കുണ്ടലിനെ ഓവറായിട്ട് റൈസ് ചെയ്ത് മൈൻഡിലേക്ക് കയറുക. അവർക്ക് ഗ്രൗണ്ടിങ് ഇല്ല. ഗ്രൗണ്ടിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ട് തന്നെ കൃത്യമായ ഗ്രൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഋഷിമാര് ഈ പറയുന്ന കീലകം വെച്ചിട്ടുള്ളത്. ഇത് പലർക്കും ഇതിനെക്കുറിച്ച് യാതൊരു പ്രാക്ടിക്കൽ ധാരണയില്ല. തിയററ്റിക്കലി അറിയാം, അവിടെയാണ് പ്രശ്നം. ഇത് മനസ്സിലാക്കണം. എന്തിനാണ് കീലകം? നമ്മുടെ ഇന്ദ്രിയങ്ങളെ എപ്പോഴും ആക്റ്റീവാക്കി കൊണ്ട് മാത്രമേ ജപം ചെയ്യാവൂ. കണ്ണൊക്കെ തുറന്നു പിടിച്ചിട്ട് ഇന്ദ്രിയങ്ങളെ കാഴ്ച, കേൾവി, സ്പർശം, മണം, രുചി. അമ്പലം അങ്ങനെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്? ചെരുപ്പൂരിട്ടിട്ട് സ്പർശം, മണിയടി, ധൂപം, ദീപം, കാഴ്ച, കേൾവി, രസം, പായസം, 5 ഇന്ദ്രിയങ്ങളെ സ്ട്രെങ്തൻ ചെയ്ത് പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ ആണി അടിച്ച കൂട്ട് നിർത്തിയിട്ട് വേണം ഉപാസന ചെയ്യാൻ. അപ്പൊ കുണ്ടലിനി റൈസ് ആയാലും അത് കൃത്യമായി പഞ്ചഭൂതങ്ങളിലേക്കൊക്കെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഡീവിയേറ്റ് ചെയ്ത് ഒരു മാനസിക പ്രശ്നം വരത്തില്ല. മനസ്സ് പ്രവർത്തിക്കത്തേയില്ല. എന്നെങ്കിലേ മാനസികലോകം വരത്തുള്ളൂ. ഇന്ദ്രിയങ്ങൾ ആക്റ്റീവായി നിൽക്കുന്നവർക്ക് എവിടെയാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്? ഇന്ദ്രിയങ്ങൾ പ്രസന്റ് ആണ്, ചിന്തകൾ പാസ്റ്റോ ഫ്യൂച്ചറോ ആണ്. ശ്വസിച്ചുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നെ വാക്കുകൾ കേട്ടോണ്ടിരിക്കുന്നു. അപ്പോ മെമ്മറിയിലോട്ട്, പാസ്റ്റിലോട്ട്, ചിന്തകളിലേക്ക് പോയാൽ പാസ്റ്റിലേക്ക് പോവാതെ എന്നെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഇല്ല. ചിന്തിക്കുന്ന മെമ്മറിയിലേക്ക് പോകണം, പാസ്റ്റിലേക്ക് പോകണം. അപ്പൊ ചിന്തകള് പാസ്റ്റോ ഫ്യൂച്ചറോ ആണ്. പക്ഷെ പ്രസന്റില് ഇന്ദ്രിയങ്ങളെ ആക്റ്റീവാക്കി കഴിഞ്ഞാൽ ചിന്തകളെ ഇല്ലാതാക്കാം. ഡയറക്റ്റ് ചിന്തിക്കല്ലെന്ന് ചിന്തിച്ചാൽ ഇരട്ടി ചിന്ത വരും. പേടിക്കല് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇരട്ടി ഭയം വരും. വിഷമിക്കില്ലെന്ന് പറഞ്ഞാൽ ഇരട്ടി വിഷമം വരും. ഒന്നും തോന്നരുത്. ഒരു കാര്യം മുഖത്ത് നോക്കി പറയാൻ അപ്പോഴേ തോന്നും. ഇങ്ങനെ ഓപ്പോസിറ്റ് ആണ് പ്രവർത്തിക്കുന്നത് മൈൻഡ്.
ഇപ്പൊ മൈൻഡ് സ്വിച്ച് ഓഫ് ചെയ്യാൻ മൈൻഡ് കൊണ്ട് പറ്റിയില്ല. ഇന്ദ്രിയങ്ങൾ വേണ്ട, കീലകം ഇന്ദ്രിയങ്ങളെ ഉണർത്തി പ്രസന്റിലിരുന്ന് ആ ആണി അടിച്ച കൂട്ടി ഇന്ദ്രിയങ്ങളിൽ നിന്ന് സ്റ്റേബിൾ ആയിട്ട് മൂലാധാര ചക്ര സ്വാധിഷ്ഠാനം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ണ് തുറന്നിരുന്നിട്ട് ഒരു മാനസികരവും വരത്തില്ല. മറ്റടച്ച് ലളിതാസഹസ്രനാമം കണ്ണടച്ച് ജപിച്ച്, കാണാതെ പഠിക്കുന്നല്ല ഇല്ലെന്നല്ല, പക്ഷെ ഈ കണ്ണടച്ച് ജപിച്ച് പല ആളുകളും ലളിതാസഹസ്രനാമം ജപം കഴിയുമ്പോൾ വീഴും, തളർന്ന്. അവരെ കൊണ്ട് പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. കാരണം വിഷ്വലൈസ് ചെയ്ത് എനർജി മുഴുവൻ നഷ്ടപ്പെട്ടു. നിങ്ങൾ മൊബൈല് ശ്രദ്ധിച്ചു നോക്കിയ മൊബൈലിൽ നല്ല ബാറ്ററി ഡൗൺ ആയി വരുന്ന സമയത്ത് ഒരു പാട്ട് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മൊബൈലിന്റെ ബ്രൈറ്റ്നെസ് അങ്ങ് കുറയ്ക്കും നമ്മൾ, അല്ലേ? എന്താ അത്? കുറെ നേരം കൂടെ പാട്ട് കേൾക്കാം, ശരിയല്ലേ? അപ്പൊ വിഷ്വൽ എവിടെ കാണിക്കുന്നുണ്ടോ അവിടെ എനർജി നഷ്ടമുണ്ട്, ശരിയല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ ഹോം തിയേറ്ററിന്റെ പ്രൊജക്ടറിലെ ലൈറ്റിന് ഇത്ര സമയം പറയുന്നുണ്ട്. അത് കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ വേഗം കത്തിത്തീരും. ബൾബിന് ഒരു ടൈം പറയുന്നുണ്ട്. അല്ലെങ്കിൽ വിഷ്വൽ കാണുന്ന രാവിലെ നമ്മളെ വിഷ്വൽ കാണിക്കുന്ന പ്രകാശം ബൾബാണ് രാത്രിയിൽ. ടിവിയിലെ LED ഒരു നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് അതിന്റെ വിഷ്വലിന് വേണ്ടിയിട്ട് എനർജി നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ UPS കമ്പ്യൂട്ടർ, അതിന് പഴയ കമ്പ്യൂട്ടർ കീക്കി അടിച്ചുകൊണ്ടിരിക്കും, അല്ലേ? UPS എന്താ പാട്ട് കേട്ടോണ്ടിരിക്കുമ്പം കറണ്ട് പോയാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മോണിറ്റർ അങ്ങ് ഓഫ് ചെയ്യും. അപ്പൊ എന്താ ഗുണം? കുറെ നേരം കൂടെ പാട്ട് കേൾക്കാം. ഇതുപോലെയാണ് ശരീരത്തിലും നമ്മൾ ഈ ചിന്തകൾക്ക് ഒരുപാട് എനർജി നഷ്ടപ്പെടുന്നത്. ചിന്തകളുടെ കണ്ണടയ്ക്കുമ്പോൾ ചിന്തിക്കുന്ന പ്രകാശം, ലൈറ്റ് സോഴ്സ് ഏതാണ്? ആത്മപ്രകാശമാണ്. പക്ഷെ എങ്കിലും അതിന് നമ്മുടെ ശരീരത്തിനുമായിട്ടും ബന്ധമുള്ളത് കൊണ്ട് അതിന് ആ എനർജി സ്റ്റോറേജ് നഷ്ടപ്പെടുന്നുള്ളത് കൊണ്ട് വിഷ്വല് ചിന്തകൾ ഒരുപാട് കൊണ്ടുവന്ന് അതിൽ നിന്ന് ലളിതാസഹസ്രനാമം കണ്ണടച്ച് ജപിച്ചാൽ നമുക്ക് ക്ഷീണമാവും, നെഗറ്റീവ് ആവും. ഉദ്ദേശിക്കുന്ന ഫലമല്ല ഉണ്ടാവുക, നെഗറ്റീവ് ഫലമാണ് ഉണ്ടാവുന്നത്. കണ്ണടച്ച ഏത് ജീവിക്കും ഭയം ഉണ്ടാവും. അഡ്രിനാലിൻ ട്രിഗർ ചെയ്യും. അഡ്രിനാലിൻ ബാധ ഹോർമോണാണ്. ഒരാളുടെ ഉള്ളിൽ അഡ്രിനാലിൻ ട്രിഗർ ചെയ്ത ബാധ വരും. വണ്ടിയെന്ന് മറിഞ്ഞു വീണ് 5ഓളം ആളുകൾ നമ്മളെ കാണാൻ വന്നിട്ടുണ്ട്. വേറെ ആളായിട്ട് ഇടയ്ക്ക് സംസാരിക്കുക, നെഞ്ചിന് വേണോ തലവേണോ എന്നൊക്കെ പറഞ്ഞ് ബാധ പിടിച്ചിട്ട് അത് ഹീൽ ചെയ്തപ്പോൾ അത് മാറി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാരണവശാലും കണ്ണടച്ചിട്ട് അല്ല ലളിതാസഹസ്രനാമം ജപിക്കേണ്ടത്. കണ്ണ് തുറന്ന് ഇന്ദ്രിയങ്ങളൊക്കെ തുറന്ന് ഇങ്ങനെ എനർജി ഉള്ളിലേക്ക് കയറും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, നേരത്തെ പറഞ്ഞു വന്ന പോയിന്റ് തന്നെയാണ്. കൂടുതൽ പലരും ഇങ്ങനെ ചെയ്യുന്നുള്ളതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് പ്രസന്റിൽ നിന്ന് കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കീലകം വെച്ചിട്ടുള്ളത്. ശക്തി കൂടിയത് കീലകം, ശക്തി കൂടം മൂലാധാരം സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ആക്റ്റീവ് ആക്കിക്കൊണ്ട് സ്ട്രെങ്തൻ ചെയ്ത് ഈ ഭൂമിയിൽ ചവിട്ടി നിന്ന് ആണി അടിച്ച കൂട്ട് നിന്നുകൊണ്ട് വേണം നമ്മൾ ലളിതാസഹസ്രനാമം ജപിക്കാൻ. ഈ ഭൂമി നിന്നുകൊണ്ട് ജപിക്കണം, അല്ലാതെ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്തല്ല ജപിക്കേണ്ടത്. ഇത് പ്രധാനം ശ്രദ്ധിക്കണം. അപ്പൊ ആ കീലകം ആണി അടിക്കുന്നത് നമ്മൾ ഇവിടെ പ്രസന്റിൽ ഉണ്ടായിരിക്കണം. മനസ്സ് ശരീരം ഇടുന്നിട്ട് മനസ്സ് വല്ലതുമായിട്ട് ഇതിങ്ങനെ ജപിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതിന് മുമ്പ് വല്ലതും ചിന്തിക്കാറുണ്ട്, വണ്ടിയുടെ സീറ്റ് അടയ്ക്കുന്ന കാര്യമൊക്കെ അതിന് മുമ്പ് സെറ്റിൽ ചെയ്ത് വെച്ചോ, ആരെങ്കിലും വിളിക്കാറുണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ പ്രസന്റിൽ ഇരിക്കണം, ഇവിടെ ഉണ്ടാകണം. അതാണ് ആണി അടിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം ലളിതാസഹസ്രനാമം ജപിക്കാൻ. വളരെ സിമ്പിൾ കാര്യങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും നമ്മളിവിടെ പറയും. വളരെ സിമ്പിളായിട്ട് ഏത് വ്യക്തിക്കും ജപിക്കാനും അവരുടെ ജീവിതം ഭയങ്കര അത്ഭുതകരമായി ബെറ്റർ ആക്കാനും ലളിതാസഹസ്രനാമത്തിന് പറ്റും. വർണ്ണിക്കാനും അതിന് തന്നെ സമയം കാണത്തുള്ളൂ. ഇതിന്റെ ഗുണങ്ങൾ ജീവിതം രക്ഷപ്പെടും. ഒന്നത്, പല ആളുകൾ നമ്മളെ കാണാൻ വന്നിട്ട് ശ്രീവിദ്യാ ദീക്ഷ എടുക്കാൻ വന്നിട്ടുള്ളവരെല്ലാം ഈ കുറെ നാളായിട്ട് ലളിതാസഹസ്രനാമം ജപിക്കുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അതാണ് അവരെ ഇങ്ങോട്ടേക്ക് ഗൈഡ് ചെയ്തെന്ന് പറയും. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ ദേവിയുടെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സിമ്പിളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമങ്ങൾ വെച്ചുകൊണ്ട് വേണം, അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിൽ വേണം നമ്മൾ ലളിതാസഹസ്രനാമം ജപിക്കുവാൻ. ഇനി ധ്യാനമാണ്. ധ്യാനത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണം. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവതയെ നമ്മൾ രൂപത്തെ ഉള്ളിൽ പ്രതിഷ്ഠിക്കലാണ് ധ്യാനം. അമ്പലത്തിൽ പ്രതിഷ്ഠിക്കുന്ന കൂട്ട് നമ്മുടെ ഉള്ളിൽ ദേവതയുടെ പ്രാണപ്രതിഷ്ഠ നടത്തുകയാണ് ഒരു രൂപം കാണുന്നതിലൂടെ. കാരണം മനസ്സിന്റെ സ്വഭാവമാണ് രൂപങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത്. നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല പല ചിന്തകൾ വരാം. കാരണം 1000 നാമങ്ങൾ ജപിക്കുന്ന അത്ര സമയമെടുക്കും. അപ്പൊ പല പല ചിന്തകൾ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ ഈ പ്രാണപ്രതിഷ്ഠിതമായിട്ടുള്ള ദേവിയുടെ മനോഹരമായ രൂപത്തെ ഒന്ന് മനസ്സിലേക്ക് വീണ്ടും കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് ജപിക്കുമ്പോൾ ഈ മനസ്സ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന മനസ്സ് വീണ്ടും
ജപത്തിലേക്ക് തിരിച്ചു വരും. പിന്നെ 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 അലഞ്ഞു തിരിയുന്ന മനസ്സ് വീണ്ടും രൂപത്തിലേക്ക് വരും, വീണ്ടും രൂപത്തിലേക്ക് വരും. വന്ന് പിന്നെ ഈ രൂപത്തിൽ ഉറച്ചു നിന്ന് ജപിക്കാനും, അത് കഴിയുമ്പോൾ ആ രൂപം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ശിവന്റെ മുകളിലിരിക്കുന്ന ദേവിയാണെന്ന് പറയുമ്പോൾ ആ ശിവരൂപത്തിലേക്ക്, ധ്യാനത്തിലേക്ക് വന്ന സമാധിയിലേക്ക് പോകാനും നമ്മളെ സഹായിക്കും. ഇതാണ് അതിന്റെ വഴി. അപ്പം എങ്ങനെയാണ് രൂപത്തെ ഉപയോഗിക്കേണ്ടത്? കണ്ണ് തുറന്നിരിക്കുമ്പോൾ വിളക്കില് ദേവി ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ദേവിയുടെ രൂപം സങ്കല്പിക്കാം. ഇനി ചിന്തകൾ ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ചിട്ട് ദേവിയുടെ രൂപത്തെ സങ്കല്പിച്ചാൽ ഈ ചിന്തയെല്ലാം തിരിച്ച് ദേവിയിലേക്കും വിഗ്രഹത്തിലേക്കും വന്ന് കണ്ണ് തുറന്ന് വിളക്ക് കണ്ട് വീണ്ടും ജപം തുടങ്ങണം. ഇടയ്ക്ക് മാത്രമേ കണ്ണടയ്ക്കാവൂ. ആ കണ്ണടയ്ക്കുമ്പോൾ ഈ ദേവിയുടെ രൂപം കാണണം. എന്നിട്ട് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി ഈ രൂപത്തെ ഉപയോഗിക്കണം ആദ്യത്തെ അവസ്ഥയിലുള്ള ആളുകൾ. കാരണം ലളിതാ സഹസ്രനാമം സ്റ്റാർട്ട് ചെയ്യുന്നത് ദേവീ രൂപത്തിലുള്ള ദേവിയുടെ രൂപവർണ്ണയില. ശ്രീ മാതാ, ശ്രീ മഹാരാജ്ഞി, ശ്രീമൽ സിംഹാസനേശ്വരി തുടങ്ങി ഇത് തീരുന്നത് ശ്രീവിദ്യ ലളിതാംബിക ആരാന്ന പറയുന്ന ലാസ്റ്റില് ശിവായേ നമ, ശിവശൈത്യൈക്യരൂപിണി ശ്രീ ലളിതാംബികായേ നമ. ലളിതാ ത്രിപുര സുന്ദരി ശിവനും ശക്തിയും കൂടെ ചേരുന്ന, ശിവനാണോ ശക്തിയാണോ എന്നറിയാൻ വയ്യാത്ത സമാധി അവസ്ഥയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രൂപരഹിതമായ അവസ്ഥയിലേക്ക് പോവാൻ രൂപത്തെ ഉപയോഗിച്ചു കൊണ്ടുപോവുക. ഇവിടുന്ന് കഷ്ടപ്പെട്ട് ശബരിമല പോയിട്ട് അവിടെ ചെന്ന് ആളുകള് അയ്യപ്പൻ്റെ അടുത്ത് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇപ്പുറത്തോട്ട് പോകും. പിന്നെ തൊഴുതില്ല, കണ്ടില്ല, കേട്ടില്ല, അയ്യപ്പനെ ഒന്നുകൂടെ കാണട്ടെ, അപ്പൊ പോലീസുകാരനോട് ചെന്ന് തൊഴുതല്ലേ പോ അപ്പുറത്തെ എന്ന് ക്യൂ നിൽക്കുക എന്നൊക്കെ പറയും. ഗുരുവായൂർ പോയി 5 മണിക്കൂർ ക്യൂ നിന്നുണ്ട് എന്റെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് കണ്ണടയും. നമ്മളെല്ലാം കണ്ണടച്ച് ശീലിക്കുന്നു. അപ്പൊ എന്നാ പിന്നെ വീട്ടിൽ നിന്ന് കണ്ണടച്ചാൽ പോരാ, ഈ മലയൊക്കെ കയറി നഷ്ടപ്പെട്ട് അവിടെ വരെ പോകേണ്ട കാര്യമുണ്ട്. അല്ലെ ഗുരുവായൂർ പോയി ഇത്രയും ക്യൂ വീട്ടിൽ കണ്ണടച്ചാൽ പോരെ. അപ്പൊ മറ്റേ കണ്ണ് തുറന്ന് സ്കാൻ ചെയ്ത് ഇങ്ങനെ പോയാൽ എപ്പോ കണ്ണടച്ചാലും മനസ്സിൽ ഗുരുവായൂരപ്പനും അയ്യപ്പനും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് അറിയണം. കണ്ണ് വിഗ്രഹം, വിളക്ക് വെക്കുന്നത്, വിഗ്രഹം വെക്കുന്നത്, പടം വെക്കുന്നത്, ദേവിയുടെ പടം വെക്കാം, വെച്ച് ജപിക്കാം. എന്തിനാണ് ഇത്? കണ്ടുകൊണ്ടിരിക്കാനാണ്. അപ്പൊ കണ്ണ് തുറക്കുമ്പോഴും ദേവി, കണ്ണടയ്ക്കുമ്പോഴും ദേവി, അകത്തും പുറത്തും ദേവി. അപ്പൊ വേറെ ചിന്തകൾ ഉണ്ടാവില്ല. ഇനി രൂപത്തിലെ കണ്ടുകൊണ്ടാണോ ജപിക്കേണ്ടത്? അല്ല, രൂപത്തിനപ്പുറമുള്ള ഊർജത്തെ കണക്ട് ചെയ്തുകൊണ്ട്, ഒരു വ്യക്തിയായി കണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ജപിക്കാനാണ് ധ്യാന രൂപങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ശ്രീചക്രമാണ് ദേവീ സ്വരൂപം. ഒരു കല്ലെടുത്ത് വെള്ളത്തിട്ട് ഉണ്ടാകുന്ന വൈബ്രേഷനാണ്, പ്രാണന്റെ വൈബ്രേഷൻസ് ആണ് ദേവതകള്. പ്രാണസ്വരൂപിയാണ് എല്ലാ ദേവതകളും. ചോറ്റാനിക്കിരിക്കുന്ന ഒരു കല്ലാണ് ഇത്രയുള്ള, അതിന്റെ ഫ്രണ്ടിലാണ് അങ്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഈ അങ്കിയാണ് കാണുന്നത്. അഭിഷേകം കഴിക്കാൻ നോക്കി ഈ കല്ല് അവിടെ ഇരിക്കുക. ആ കല്ലാണ് ഇത്രയും ആളുകളുടെ രോഗദുരിതങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ആൾക്കാർ മകം തൊഴാൻ വരുമ്പോൾ അവരെയൊക്കെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചെറിയൊരു കല്ലാണ് അല്ലേ. അപ്പൊ എന്താണ് അവരുടെ രൂപം? ദേവതാരൂപം ശ്രീചക്ര സ്വരൂപമാണ്. ഒരു വൈബ്രേഷനാണ്. ഗാലക്സി, ആറ്റം ഒക്കെ ഈ വൈബ്രേഷനാണ്. പക്ഷെ നമ്മൾ ഈ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നത്തില്ല. ആ സമയത്ത് ഈ വാത കയറി നശിച്ചു പോവുകയും ചെയ്യും. കാരണം ഭയത്തിനൊക്കെ രൂപങ്ങളുണ്ട്. അപ്പൊ ഈശ്വരനെ വിളിക്കാൻ പോകുമ്പോൾ രൂപമില്ല, ഈശ്വരൻ രൂപരഹിതനാണ്, നിർഗുണനാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിന് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ബ്രെയിന് കണക്ട് ചെയ്യാൻ നമ്മുടെ അമ്മയാണ്, അമ്മയുടെ ആർക്കിടൈപ്പ്. അമ്മ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സ്നേഹവും സന്തോഷവും സംരക്ഷണവും ഒക്കെ ഫീൽ ചെയ്യും. അമ്മയാണ്, ദേവിയാണിത്, അമ്മയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നിസ്സാരമായി ഇതിനെ കണക്ട് ചെയ്യാം. അപ്പൊ എന്നോട് ചോദിക്കാറുണ്ട്, സാറേ നമ്മളിങ്ങനെ എനർജി ആണെന്നൊക്കെ പറഞ്ഞാല് നമുക്ക് ദേവതയായിട്ട് കണക്ഷൻ കിട്ടുമോ, വല്ല ഫീലിങ്സും ഉണ്ടാവൂ? സാർ ഇങ്ങനെ ഒന്നും പറയരുത്. സത്യം പറയണ്ടേ, സത്യം അറിയണ്ടേ അല്ലേ? നമ്മൾ സങ്കല്പത്തിൽ ഒരു ദേവിയെ സങ്കല്പിച്ച് ദേവിയുടെ രൂപം കാണാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും, താമസമാണ് ഡെവലപ്പ് ചെയ്യാൻ. ദേവതയെ ഊർജ്ജമായിട്ട് കണ്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ദേവതയെ ഊർജ്ജമായിട്ട് കണ്ടില്ലെങ്കിൽ ഈ ദേവതകളൊക്കെ ശിവനെ വിളിക്കുമ്പോൾ വിഷ്ണുവിന് ദേഷ്യം വരൂ, വിഷ്ണുവിനെ വിളിക്കുമ്പോൾ ശിവന് ദേഷ്യം വരൂ, ദേവിക്ക് ദേഷ്യം വരൂ, ഇങ്ങനൊക്കെ ചിന്തിച്ച് ആയി പോത്തുള്ളൂ. ഊർജ്ജമായിട്ട് കണ്ടു നോക്കി, കാലേ കൂടെ കയറി വരുന്ന ഊർജ്ജം ബ്രഹ്മാവ് കുട്ടികളെ സൃഷ്ടിക്കുന്ന ഓർഗനുള്ള ഭാവത്തോടെ വർക്ക് ചെയ്യുമ്പോൾ, ഹാർട്ടിലൂടെ വർക്ക് ചെയ്യുമ്പോൾ വിഷ്ണുവിന്റെ ഭാര്യ ലക്ഷ്മി ആളുകളെ സ്നേഹിക്കുന്ന ഊർജ്ജമായിട്ട് അമൃതാനന്ദമയി അമ്മ ആൾക്കാരെ കെട്ടിപ്പിടിക്കുമ്പോൾ ലക്ഷങ്ങളും കോടികളും വരുമാനം കിട്ടുന്നത് എങ്ങനെയാ? വിഷ്ണുവിന്റെ ഭാര്യ വിഷ്ണു ആക്റ്റീവായി, അപ്പൊ ലക്ഷ്മിയെ കിട്ടി. വിഷ്ണു സ്നേഹത്തിന്റെ ഊർജ്ജമാണ്, മോട്ടിവേഷണൽ എനർജിയാണ്. 10 പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളിന് കിട്ടുന്ന കാശല്ല 1000 പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന. നമ്മളൊരു കട തുടങ്ങിയ അവിടെ നമ്മളൊരു ജോലിക്ക് കയറിയാൽ നമ്മൾ സ്നേഹത്തോടെ പെരുമാറി നോക്കിയാൽ നമ്മൾ ഒരിക്കലും പറഞ്ഞു കിടത്തില്ല 30 പേര് വന്നുകൊണ്ടിരുന്ന കടയിൽ 100 പേരാവും. നേരെ മറിച്ച് 100 പേര് വന്നുകൊണ്ടിരുന്ന കടയില് 30 പേരാവും. എങ്ങനെ? അജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി ഭേദനി, ആജ്ഞയിലൂടെ സംഹാരത്തിലൂടെ ദേഷ്യത്തിലൂടെ ഇങ്ങനെ പിരിയം തെളിച്ച് എന്താ എന്ന് ചോദിച്ചാൽ മതി. അല്ലെ ചുമ്മാ ഇങ്ങനെ പിരിയം തെളിച്ചോണ്ട് നിന്നാ മതി. ചായ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് കൊടുക്കും ചില കടകളിൽ. ആ കട അധികം നാളെ പൂട്ടി പോത്ത് അല്ലേ. കാട്ടിലൂടെ ആ സാറേ സുഖമാണോ എന്ന് കാട്ടിലൂടെ എനർജി സെൻഡ് ചെയ്ത് നോക്കി ഭയങ്കര വിജയമായിരിക്കും ഏത് മേഖലയിലും.
പണം ഇങ്ങനെ വരും. സ്നേഹിച്ചാൽ മതി. ഇഷ്ടം പോലെ കാശ് കിട്ടും ഏത് മേഖലയിലും. അതറിയാത്ത നമ്മളെ ഇവിടെ ടെൻഷനാ. നമ്മുടെ ടെൻഷൻ വരുന്നവന്റെ മേളിൽ അടിച്ച് ഫ്രീ ആവാൻ വേണ്ടി നോയിക്കൊണ്ടിരിക്കുമ്പോഴാ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള ബിസിനസ്സിലെ കടയിലെ ജോലി ഒന്നും വിജയിക്കുകയില്ല. എന്നും പ്രശ്നങ്ങളായിരിക്കും ഈ വാദം പിടിച്ചിട്ട്. സ്നേഹിക്കുന്ന ആൾക്കാരെ ഈ നെഗറ്റീവ് എനർജിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലെന്നേ. അതുകൊണ്ട് ഹാർട്ടിലൂടെ എനർജി സെൻഡ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഗുരുവായൂരപ്പന്റെ ശക്തി എന്നാണ് പറയുന്നത്, വിഷ്ണുവിന്റെ ശക്തി അല്ലെ, അയ്യപ്പന്റെ ശക്തി, ശിവന്റെ ഗുരുവായൂരപ്പ, ശ്രീകണ്ഠേശ്വര മഹാദേവന്റെ ശക്തി. ഇങ്ങനെ ശക്തി ഇല്ലാതെ ഗുരുവായൂരപ്പനുണ്ട് അല്ലേ? അപ്പൊ ശക്തിയും ഗുരുവായൂരപ്പൻ രണ്ടല്ല, ഇതെല്ലാം ഒന്നാണ്. ശക്തിയായിട്ട് എനർജി ആയിട്ട് കണ്ടാൽ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ലാഷായിരിക്കും. ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ ക്ലാഷാണ്. ഇതെല്ലാം ഒന്നാണ്. പല രൂപത്തിൽ പല ഗുണത്തിൽ ദേവതകളെ വർക്ക് ചെയ്യുന്നു. സത്വര സമസ്തായിട്ടാണ് പ്രാണൻ വർക്ക് ചെയ്യുന്നത്. സാഖ്യയോഗ സിദ്ധാന്ത പ്രകാരം രജോഗുണമാണ് ദേവി, അതാണ് ചമല കളറ്. അപ്പൊ ശുദ്ധബോധത്തിൽ നിന്ന് സാത്വികം രാജസികം താമസികം എന്ന ഫസ്റ്റ് ട്രയാങ്കിൾ ഉണ്ടാവുകയാണ്. പ്രാണൻ സഞ്ചരിക്കുമ്പോൾ അവിടെ സ്പേസും ടൈമും ഉണ്ടാകുന്നു. ശുദ്ധബോധമായ ശിവബോധത്തിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് ഈ പ്രാണൻ ഇച്ഛാശക്തി ആഗ്രഹമായിട്ട് മുന്നോട്ട് വന്ന് അത് ജ്ഞാനശക്തിയായി പ്രവർത്തിച്ച് ക്രിയാശക്തിയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ശ്രീചക്രത്തിന്റെ ഫസ്റ്റ് ട്രയാങ്കിള് പ്രപഞ്ചത്തിന്റെ പ്രാദുർഭാവം, പ്രപഞ്ചം ഉണ്ടാവാൻ തുടങ്ങി എന്റെ ഉള്ളിൽ നിന്ന്. ഈ ഗാലക്സിയിൽ എവിടെയാണ് ഈ പ്രപഞ്ചത്തിന്റെ മധ്യഭാഗം? അത് എന്റെ ഉള്ളിലാണ്. ഞാൻ കണ്ണ് ഉണർന്നു നോക്കിയെന്താണ് ഞാൻ സൂര്യനെ കണ്ടത്. ഞാനില്ലെങ്കിൽ നാളെ സൂര്യനില്ല. എന്നെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് എന്റെ വിഷയമല്ല. അപ്പൊ ആ ശുദ്ധബോധമായ എന്റെ ബോധം, ഐ ആം സീയിങ്, ഞാൻ കാണുന്നു പറയുമ്പോൾ ഞാൻ കാണുന്നു, ഞാൻ അണ്ടർസ്റ്റുഡാണ്. അപ്പൊ എന്റെ ശിവബോധത്തിൽ നിന്ന് ശക്തി പുറത്തേക്ക് വന്ന് ഈ പ്രപഞ്ചമായി ശ്രീചക്രമായി പരിണമിച്ചു. ഈ ദേവിയുടെ ഉപാസന ആ ശ്രീചക്ര സ്വരൂപണയായി ആദിപരാശക്തിയെ നമുക്ക് ഡയറക്റ്റ് കിട്ടൂല. വലിയ കറണ്ട് എല്ലാം കൂടെ സ്വിച്ച് ബോർഡിൽ കൂടെ വന്നാൽ നമ്മൾ ചത്തുപോകും. നേരെ മറിച്ച് അതിങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് ചെറിയൊരു അഡാപ്റ്ററിലേക്ക് വെച്ച് മൊബൈലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ പവർ സ്റ്റേഷനിലെ എനർജി നമുക്ക് ദോഷം ചെയ്യുന്നില്ല, ഗുണം ചെയ്യുന്നു. ഇതുപോലെ നമ്മളൊരു ഫിഗറിലൂടെ ആദിപരാശക്തിയുടെ പ്രപഞ്ചത്തിന്റെ ഊർജത്തെ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് നമ്മളിലേക്ക് എടുക്കുകയാണ്. ധ്യാനത്തിലൂടെ, ദേവിയുടെ രൂപത്തിലൂടെ, ഒരു ദേവതാ സ്വരൂപത്തിലൂടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ലളിതാ സഹസ്രനാമം ആരംഭിക്കുവാൻ. ഇല്ലേ നമ്മള് സങ്കല്പ ലോകത്ത് മണ്ടന്മാരായി മാറി ബാധകൾ പിടിച്ച് അസുഖങ്ങൾ വന്ന് താഴേക്ക് പോകും. അതുകൊണ്ട് ഊർധ്വഗതി പ്രാണൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ബുദ്ധിയും ബോധത്തോടും കൂടി ഇത് എന്താണെന്ന് മനസ്സിലാക്കി, എന്നാൽ സയന്റിഫിക് ടെമ്പറും ലോജിക്കൽ മൈൻഡും എടുത്ത് ദോട്ടിലെറിഞ്ഞിട്ട് പൂർണ്ണ സമർപ്പണവും ഭക്തി സ്നേഹവും കൊണ്ടുവന്ന് ഒരു മണ്ടന്റെ കൂട്ട് ദേവിയെ ഉപാസിച്ചു സ്നേഹിച്ചു കൊണ്ടുവേണം. ഇത് രണ്ടും കൊണ്ടുവരുമ്പോഴേ ഈ ഉപാസനയിൽ ഒരാൾ വിജയിക്കത്തുള്ളൂ. ഇതില് ഫ്ലൈറ്റിന്റെ രണ്ട് ചിറക് പോലെ ഒന്ന് എന്താണ്, പൂർണ്ണ സമർപ്പണവും സ്നേഹവും ഭക്തിയും ഒക്കെ ഒരു സൈഡിലും, ഇപ്പോഴത്തെ സൈഡില് അതേ കൂട്ടുള്ള നമ്മുടെ എനർജിയെ കുറിച്ചുള്ള പ്രാണനെ കുറിച്ചുള്ള ധാരണകൾ. ചില പ്രാണനെ പോലെ അങ്ങ് സങ്കല്പിക്കുക, സങ്കല്പം അങ്ങോട്ട് മൂത്തിട്ട് പ്രാണൻ പോലും സങ്കല്പിക്കും. അപ്പൊ ഇച്ഛാശക്തി കൊടുക്കുന്നത് എങ്ങനെയാണ്? പ്രാണന്. നമ്മൾ ഈ പ്രാണനെ അറിയുന്നത് എങ്ങനെയാണ്? മെന്റൽ വെൽതി പെട്ടുപോയാൽ. അപ്പൊ അതുകൊണ്ട് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയായിട്ട് ആദിപരാശക്തി പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് സങ്കല്പ ലോകത്ത് പോകില്ല, സങ്കല്പത്തെ ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.